ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ടെക്നിക്കിൽ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിയുമ്പോൾ വാഴകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരേ പ്രായത്തിലുള്ള വാഴകളായത് കാരണം ഒരേ സമയമായിരിക്കും ഇവ കുലയ്ക്കുന്നത്. വാഴ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ഈ മാത്രമല്ല ഇതിൻ്റെ തൈകൾക്ക് അധികം വിലയില്ല. അപ്പോൾ ഈ ഓണം പോലെയുള്ള ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കർഷകൻ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ ഒരേ സമയത്താണ് നമുക്ക് ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. മറ്റ് സാധാരണഗതിയിൽ കൺവെൻഷണൽ മെത്തേഡ് പോകുമ്പോൾ അങ്ങനെയല്ല, എപ്പോഴൊക്കെയോ പല പല സമയങ്ങളായിരിക്കും. അപ്പോൾ ഒരു മാസമായിട്ടൊരു ഇൻകം ജനറേഷൻ അവിടെ നടക്കില്ല. അപ്പോൾ കർഷകർക്ക് ഒരു ഇൻകം ജനറേഷൻ്റെ സാധ്യതയിലേക്ക് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്ത ചെടികളെ ഒരേ അറ്റ് എ ടൈം മാക്സിമം ഹാർവെസ്റ്റിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ. ഒരു ബയോ റിയാക്ടറിലേക്ക് പോകുമ്പോൾ ഈ 100 ml പകരം 5 ലിറ്റർ ആകും മീഡിയത്തിൻ്റെ കപ്പാസിറ്റി. അതുപോലെ ഹെയറി റൂട്ട്, നമ്മൾ ആദ്യം കൊടുത്ത ഹെയറി റൂട്ട് 500 മില്ലിഗ്രാമിന് പുറമെ കുറേ കൂടി മാസമാവും. അപ്പോൾ അത്തരം ലെവലിലേക്ക് ഇത് സ്കെയിലപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷനും അവിടെ കൂടപ്പെടുകയാണ് ചെയ്യുന്നത്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ചില ഔഷധ സസ്യങ്ങൾ എല്ലാ സീസണിലും അവൈലബിൾ അല്ല. മിക്കവാറും ഒരു സമ്മർ സീസൺ വരുമ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വരുന്ന ചെടികളെല്ലാം ഡോർമൻസി പീരീഡാണ്. അപ്പോൾ മണ്ണിനടിയിലേക്ക് അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് മണ്ണിനടിയിലുള്ള കിഴങ്ങുകൾ മാത്രം അവിടെ അവശേഷിക്കും. പിന്നീട് മൺസൂൺ സീസണൊക്കെ വന്നതിന് ശേഷം അത് സ്പ്രൗട്ട് ചെയ്ത് പുതിയ ചെടിയായി മാറുന്നുള്ളൂ. പക്ഷേ ടിഷ്യൂ കൾച്ചറിൽ ഇറസ്പെക്റ്റീവ് ഓഫ് സീസൺ, അതുപോലെ ഇറസ്പെക്റ്റീവ് ഓഫ് സ്പേസ്, നമുക്ക് പ്ലാന്റ്സിനെ എല്ലാ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ പോലും അവരിങ്ങനെ ഒരു എൻ്റർപ്രണർ ആകുമെന്നോ അല്ലെങ്കിൽ ഇത്തരം ഒരു വരുമാന സാധ്യതയിലേക്കുള്ള ഒരു സംരംഭത്തിലേക്ക് അവർ എത്തിച്ചേരുമെന്നോ സ്വപ്നം പോലും കാണാത്ത ആൾക്കാരാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ടെക്നിക്ക് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മുടെ ഒരു സാമ്പത്തിക സ്രോതസ്സ് തന്നെ, നമ്മുടെ വീട്ടമ്മമാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാമ്പത്തിക സ്രോതസ്സ് തന്നെ കുറേ കൂടി നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു തലത്തിലേക്ക് ഉയർത്താനാകും. ചില ചെടികൾ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നവയുണ്ട്. ഇന്ത്യയിലെ ചെടികളിലെ ഒരു 20-30,000 ചെടികളിൽ 20-22,000 പ്ലാന്റ് സ്പീഷീസാണ് ഇന്ത്യയിൽ കാണുന്നത്. ലോകത്ത് കാണുന്ന മൊത്തം പ്ലാന്റ്സിൻ്റെ ഒരു 20-22%, 22,000 ഇന്ത്യയിൽ കാണുന്നത്. അതിലൊരു 7,000 പ്ലാന്റ്സ് കേരളത്തിൽ കാണുന്നുണ്ട്. അതിൽ തന്നെ ഒരു 2,000-ഓളം പ്ലാന്റ്സ് നമ്മുടെ ആയുർവേദ ഡ്രഗ് ഫോർമുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 200-ഓളം പ്ലാന്റ്സ് കൂടുതൽ ഡിമാൻഡുള്ളവയാണ്, എപ്പോഴും ആവശ്യമുള്ളവയാണ്. അപ്പോൾ അത്തരം ചെടികളുടെ ഒരു കൺസർവേഷൻ എന്ന് പറയുന്നതും അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും പരമ്പരാഗത രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് മാസ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അത്യാവശ്യമാണ്. അതിന് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നതിന് അപ്പുറം മറ്റൊരു ടെക്നിക്ക് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ ഗവേഷണങ്ങളെല്ലാം നടക്കുന്നു. തൊട്ടടുത്ത ആയുർവേദ കോളേജുണ്ട്. പിന്നെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ നമുക്ക് ചെടികൾ എല്ലാത്തിൻ്റെയും കൺസർവേഷൻ നാച്ചുറലായിട്ടുള്ളതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെല്ലാം യോജിച്ച് ഇതൊക്കെ വിപുലീകരിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മൾട്ടി ഒരു മെയിൻ അംബ്രല്ല സ്ട്രീമിൽ ഒരു ഹബ്ബ് രൂപീകരിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഔട്ട്പുട്ട്, അതായത് ലോക നിലവാരത്തിലേക്കുള്ള, ഇപ്പോഴും ലോക നിലവാരത്തിലുള്ള ഗവേഷണങ്ങൾ തന്നെയാണ് നമ്മുടെ റിസർച്ച് സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. ഒരു ആശ്ചര്യജനകമായിട്ട് തോന്നിയത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഫാർമ കമ്പനി ഇതേ പ്ലാന്റ് ഇതിൻ്റെ തന്നെ ഹെർബൽ പ്രോഡക്റ്റ് അവർ മാർക്കറ്റൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത് സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഈ FSSAIക്ക് ഒരു ലൈസൻസിങ് ഉണ്ടല്ലോ, അതാണ് അവർ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഔഷധ നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ട്, പക്ഷേ ഇതൊരു ഹെർബൽ ടീ ഫുഡ് കാറ്റഗറിയിൽ വരുമ്പോഴാണ് പ്രശ്നം. ഔഷധ നിർമ്മാണത്തിനും ലൈസൻസിങ് കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് അത് എങ്ങനെയാണെന്നുള്ള കാര്യം. പക്ഷേ ഇന്ത്യയിലെ ഒരു ലീഡിങ് ഫാർമ കമ്പനിയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ സംസ്ഥാനതല പരിപാടികൾ ഹരിത കേരളം മിഷൻ്റെ സഹായത്തോടു കൂടി ക്ലിഫ് ഹൗസിൽ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഒരു തൈ നട്ടിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ബുക്കനാനിയ ബാർബറി എന്ന് പറയുന്ന, അതായത് മലമാവ് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ തൈയാണ് അദ്ദേഹം അവിടെ നട്ടത്. ആ ഒരു പ്ലാന്റിനും വളരെ പ്രത്യേകതയുള്ള ഒരു പ്ലാന്റാണ് ഇത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡാണ്, അതോടൊപ്പം തന്നെ എൻഡമിക്കാണ്. അതായത് ഈ പ്ലാന്റ് ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ല. തിരുവനന്തപുരത്ത് പാലോട് കാണുന്ന കുറച്ച് പോപ്പുലേഷൻ മാത്രമേ ലോകത്ത് ഈ ചെടി ഉണ്ടെന്ന് അവകാശപ്പെടാനുള്ളൂ. വംശനാശം നേരിടുന്ന സസ്യങ്ങളെയും
വിരളമായ ഔഷധ സസ്യങ്ങളെയും കാലാതീതമായി സ്ഥലവും മണ്ണും ഒന്നുമില്ലാതെ ലാബിൽ ടെസ്റ്റ് ട്യൂബിൽ സംരക്ഷിക്കാനാകുമോ? കൂടാതെ സ്വാഭാവികമായി വളരുന്ന സസ്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കാവുന്ന ഔഷധ സംയുക്തങ്ങളെ വൻതോതിൽ ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കാനാകുമോ? ബയോടെക്നോളജിയും ടിഷ്യൂ കൾച്ചറും കൈകോർക്കുന്ന കൺസർവേഷൻ ബയോടെക്നോളജിയിൽ ഇതെല്ലാം സാധ്യമെന്ന് മാത്രമല്ല, ഹൈടെക് കൃഷിക്കും ഔഷധ നിർമ്മാണത്തിനും നിരവധി സ്റ്റാർട്ടപ്പുകൾക്കും നമ്മുടെ നാട്ടിലെ വൻ സാധ്യതകളിലേക്കാണ് ഈ രംഗത്തെ ഗവേഷണ നേട്ടങ്ങൾ വാതിൽ തുറന്നിടുന്നത്. നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയ സസ്യവർഗങ്ങളെ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടെത്തിയതു മുതൽ അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഔഷധ സംയുക്തങ്ങളെ ജൈവമായി ലാബിൽ നിർമ്മിക്കുന്നതിൽ വരെ വിജയം കൈവരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞ പ്രൊഫസർ പ്രീത TS ആണ് ഇന്ന് സയൻസ് ടോക്കിലെ അതിഥി. 22 വർഷത്തിലേറെ ഗവേഷണ പരിചയം, 2023-24 വർഷത്തെ കൈരളി റിസർച്ച് അവാർഡ്, 2007 യങ് സയൻറ്റിസ്റ്റ് അവാർഡ് എന്നിവയ്ക്ക് ഉടമ. കൺസർവേഷൻ ബയോടെക്നോളജിയിലും സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷനിലും വിദഗ്ധ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോട്ടണി വിഭാഗം പ്രൊഫസറാണ്. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം പ്രൊഫസർ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ മണ്ണ് സ്ഥലവും ഒന്നുമില്ലാതെ ചെടിയുടെ ഒരു കോശത്തിൽ നിന്ന് എങ്ങനെയാണ് ആയിരക്കണക്കിന് തൈകളെ ലാബിൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പോൾ അതിനായി ഉപയോഗിക്കുന്ന ഈ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്താണെന്നുകൂടി ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാമോ? പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ബയോടെക്നോളജിയുടെ, അതായത് ജൈവ സാങ്കേതിക വിദ്യയുടെ പലവിധ ടെക്നിക്കുകളിൽ ഒരു ടെക്നിക്കാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. മാഡം സൂചിപ്പിച്ചതുപോലെ ചെടി വളരാൻ അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് സസ്യകോശങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ഇത് ഒരു ലബോറട്ടറി സംവിധാനത്തിലാണിത് ഈ ഒരു ടെക്നിക്ക് നമുക്ക് അനുവർത്തിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഉപകരണങ്ങളും മാത്രമല്ല ചെടി വളരാൻ ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളെല്ലാം ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ മീഡിയം എന്ന് പറയുന്ന ഒരു സംഗതി കൾച്ചർ വെസലുകളിൽ നേരത്തെ തന്നെ തയ്യാറാക്കി അതിലേക്കാണ് നമ്മൾ സസ്യകോശങ്ങളെ ഇറക്കി വയ്ക്കുന്നത്. സസ്യകോശങ്ങൾ നമുക്കറിയാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവയല്ല. അതുകൊണ്ട് കോശങ്ങൾ ഉൾക്കൊള്ളുന്ന സസ്യങ്ങളുടെ ഏത് ഭാഗത്തിൽ നിന്നും നമുക്ക് ചെടികൾ ഉൽപ്പാദിപ്പിക്കാനാകും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് സസ്യകോശങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവിനെ അടിസ്ഥാനമാക്കിയാണ്. ആ കഴിവിനെ നമ്മൾ ടോട്ടി പൊട്ടൻസി എന്നാണ് പറയുന്നത്. ഇത് ജന്തുകോശങ്ങൾക്കില്ല, സസ്യകോശങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ്. കഴിവെന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക എബിലിറ്റി, ഇതിനെ ഒരു പൊട്ടൻസി എന്ന് പറയുമ്പോൾ ആ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും, ഒരു ഒറ്റ കോശത്തിൽ നിന്നും ഒരു പുതിയ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ചെടി ഘട്ടം ഘട്ടമായിട്ട് നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഏത് കോശമാണ്? വേരിലോ സ്റ്റെമ്മോ അല്ലെ ഇലയോ? ജീവനുള്ള ഏത് സസ്യകോശത്തിൽ നിന്നും ഈ ഒരു പ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് കുറേ കൂടി ത്വരിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ടിഷ്യൂ കൾച്ചറിൽ നമ്മുടെ കൾച്ചർ ബോട്ടിലുകളിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ. ഇതൊരു വാഴയുടെ കൾച്ചർ ബോട്ടിലാണ്. ഇതിനകത്ത് ഒരു വെള്ള കളറിലൊരു വസ്തു നമുക്ക് കാണാം. ഇത് അഗാർ കൊടുത്തിട്ടുള്ള സോളിഡ് മീഡിയം എന്നാണ് ഇതിന് പറയുന്നത്. ഇതപ്പോൾ സോളിഡ് മീഡിയമാണ്, ലിക്വിഡ് അല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ്. അതായത് മണ്ണിൽ എങ്ങനെയാണോ ചെടികൾ നിൽക്കുന്നത് അതേപോലെയുള്ളൊരു സാഹചര്യം, അതിന് വേണ്ടിയിട്ടാണ് മീഡിയത്തിൽ കുറച്ച് സോളിഡിഫൈങ് ഏജൻറ്റുകളായിട്ടുള്ള അഗാർ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇതിന് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില മൂലകങ്ങൾ, അത് ചില മൂലകങ്ങൾ വളരെ കൂടുതൽ അളവിൽ ആവശ്യമുണ്ട്. അതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് നമ്മൾ പൊതുവെ പറയും. ചില ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞ അളവിലേ ആവശ്യമുള്ളൂ, അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. പിന്നീട് വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളുടെയും ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ നേരത്തെ തന്നെ 1962 തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ചൊരു ഫോർമുലേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മീഡിയം തയ്യാറാക്കുന്നത്. മാത്രമല്ല ഓരോ ഘട്ടത്തിലും
ചെടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള, അതായത് ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ ഫംഗസിൻ്റെയോ ഒന്നും ഒരു അറ്റാക്ക് വരാത്ത രീതിയിൽ ഇതിനെ ഒരു സ്റ്റെറൈലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ഈ പറയുന്ന പ്രൊസീജിയറുകളെല്ലാം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക തരത്തിലുള്ള ലബോറട്ടറി സംവിധാനങ്ങൾ ഇതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സസ്യകോശത്തെ ഒരു മീഡിയത്തിലേക്ക് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ അതിനാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത്. നിന്നുള്ള കോശമാണ് എടുത്തത്. ഇതിപ്പോൾ വാഴയുടെ ഒരു കൾച്ചറാണ് ഇത് നമുക്ക് കാണുന്നത്. ഇതിൽ വാഴയുടെ മെരിസ്റ്റം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം വേണം എപ്പോഴും. മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലുകളുടെ ഒരു കൂമ്പാരത്തിനെയാണ് മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ വാഴയുടെ വേരാണോ അതോ ഈ തടിയാണ് വാഴയുടെ തട എന്ന് പറയുന്ന വാഴയുടെ തടയുടെ ഉള്ളിലാണ് ഈ പറയുന്ന മെരിസ്റ്റം. അതായത് വാഴയുടെ തടയെ പൊളിച്ച് ഏറ്റവും ഉള്ളിലായിട്ട് വളരെ ഒരു 5 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 10 മില്ലിമീറ്ററോ സൈസിലോ ഉള്ള ഒരു മെരിസ്റ്റം നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ വാഴയുടെ വാഴക്കൂമ്പ് ഇതിപ്പോൾ വാഴക്കൂമ്പിൽ നിന്നിട്ടുള്ള മെരിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ കൂമ്പിലെ ഓരോ പാളികളും പൊളിച്ച് ഏറ്റവും ഉള്ളിലായിട്ട് മെരിസ്റ്റമുണ്ട്. അപ്പോൾ ആ മെരിസ്റ്റം കട്ട് ചെയ്തെടുത്ത് അതിനെ ഒരു പ്രത്യേക രീതിയിൽ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ മീഡിയത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രൊസീജിയറിന് ഇനോക്കുലേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെല്ലാം പ്രത്യേക തയ്യാറെടുപ്പുകളും അതോടൊപ്പം തന്നെ ചില പ്രത്യേക ഉപകരണങ്ങളുടെയും അത്യാവശ്യമുണ്ട്. ഈ രീതിയിൽ കോശങ്ങളെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിൽ എങ്ങനെയാണോ ചെടികൾ നിൽക്കുന്നത്, നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതിനനുയോജ്യമായ രീതിയിലുള്ള സൂര്യപ്രകാശത്തിന് സമാനമായിട്ട് ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ ഊഷ്മാവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർ കണ്ടീഷനേഴ്സ്, ഇതെല്ലാം കൊടുത്തിട്ട് ഒരു ഇൻക്യുബേഷൻ റൂമിൽ വെച്ചിട്ടാണ് ഇതിനെ ഒരു കുട്ടികളെ പരിപാലിക്കുന്നത് പോലെ ഇൻക്യുബേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തെടുക്കും. ഒരു 8-10 ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് മെരിസ്റ്റംസ് ഉള്ളത് കാരണവും അതോടൊപ്പം തന്നെ ഈ മീഡിയത്തിലുള്ള ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ്, മീഡിയത്തിൽ അതുകൂടാതെ ചില ഹോർമോണുകൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ഹോർമോണിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. എന്ത് ഹോർമോണാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇതിൽ നിന്ന് ഇതുമാതിരി ഷൂട്ടോ അല്ലെങ്കിൽ നിറയെ വേരുകളോ അല്ലെങ്കിൽ ഇതിനെല്ലാം പുറമെ ചില സമയത്ത് ഈ സെല്ലുകളെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് സെല്ലിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാകും. അതിനെ കാലസ് എന്ന് പറയാറുണ്ട്. കാലസ് കൾച്ചർ എന്ന് പറയുന്നത് മാഡം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉപാധിയായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗമായിട്ട് കാലസ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സ്വാഭാവികമായി വളരാൻ ഇപ്പോൾ കർഷകർക്ക് കൊടുക്കാൻ, അപ്പോൾ അതിലേക്ക് ഇതിനെ എങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത്? ഇപ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് ഇതിൽ നിന്ന് വളർന്നതിനെ സ്വാഭാവികമായ രീതിയിൽ വളരാൻ ഇത് ഒരു തുടക്കത്തിൽ ഈ കൾച്ചർ കണ്ടീഷനിൽ എല്ലാം ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്ന ഒരു സസ്യത്തെ അതിൻ്റെ ഒരു ടിഷ്യൂ സിസ്റ്റമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തീരെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ പരിപാലിക്കുന്നത് ആ ഒരു പരിപാലനം ഇതിൻ്റെ തുടക്കത്തിൽ വളരെ ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ തൊലി എന്ന് പറയുന്നത്, അതിൽ അതിൻ്റെ എപ്പിഡെർമിസ് എന്ന് പറയുന്നതൊന്നും അധികം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ആ പറയുന്ന പ്രൊട്ടക്റ്റീവ് കവറിങ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ സാധാരണ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിലേക്ക് ഇതിനെ കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ചെയ്യുന്നത് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ടിഷ്യൂ കൾച്ചർ ചെടികളെ ഒരു ഹൈ ഹ്യൂമിഡിറ്റി വരുന്ന, നല്ല ഒരു ഹ്യൂമിഡിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മിസ്റ്റർ ഹൗസിനുള്ളിലേക്കോ അല്ലെങ്കിൽ ഒരു പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഒരു ഹ്യൂമിഡിറ്റി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ഹ്യൂമിഡിറ്റി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ സ്വാഭാവികമായിട്ട് ഒരു സ്ട്രെസ് ഉണ്ടാക്കും. ആ ഒരു സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഓർഗാനിസംസും ശ്രമിക്കുന്നത് പോലെ നമ്മുടെ ടിഷ്യൂ കൾച്ചറിൽ റേസ് ചെയ്തിട്ടുള്ള മിനിയേച്ചർ പ്ലാന്റ്ലെറ്റ്സും ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എത്രമാത്രം വെള്ളം അവ ആഗിരണം ചെയ്യുന്നുണ്ടോ അത്രയും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രതിഭാസം എല്ലാ സസ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനെ നമ്മൾ ട്രാൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണോ വിയർക്കുന്നത്, ഊഷ്മാവ് അല്ലെങ്കിൽ ഉഷ്ണം വരുമ്പോൾ എങ്ങനെയാണ് വിയർക്കുന്നത്, അത്തരത്തിൽ ഈ ഒരു ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിലും പ്ലാന്റ്സിലും വിയർക്കാൻ തുടങ്ങും. ഹൈ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പിറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടികളിലുള്ള ഓർഗൻസാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അത് ഇലകളുടെ മുകളിലാണ് കാണുന്നത്. അപ്പോൾ അതിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൊമാറ്റയും എപ്പിഡെർമിസും ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും.
പ്ലാന്റ്സിലുള്ള ചെടികളുടെ വേരുകളുടെ ലൂടെയുള്ള ജലത്തിൻ്റെ ആഗിരണം കൂടുതൽ സുഗമമാകാൻ വേണ്ടി കൂടുതൽ വേരുകളുണ്ടാകും. വേരുകൾ ഉണ്ടാകുന്നതനുസരിച്ച് പുതിയ ഇലകൾ അവിടെ വികസിക്കപ്പെടും. അങ്ങനെ പതിയെ പതിയെ ഈ ഒരു ചെടി നോർമൽ ഒരു എൻവയോൺമെൻറ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ ഒരു ഘട്ടത്തിനെ നമ്മൾ ഹാർഡനിങ് അല്ലെങ്കിൽ അക്ലിമറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ടിഷ്യൂ കൾച്ചറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത ചെടികൾ കംപ്ലീറ്റ് ആയിട്ട് ഫീൽഡ് കണ്ടീഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന പ്രോസസ്സ് സക്സസ് ആയി എന്ന് അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ചെടികൾ ഇത്തരത്തിൽ ഒരു സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ജീനുകളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങും. അത് ഷൂട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇലകളും തണ്ടുകളും ഒക്കെ ചേരുന്ന ഭാഗം, അല്ലെങ്കിൽ വേരുകളോ ഒക്കെ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ അത് ഒരു കംപ്ലീറ്റ് പ്ലാന്റായി മാറിയാൽ മാത്രമേ ഹാർഡനിങ് കഴിഞ്ഞതിന് ശേഷം ഒരു നോർമൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിലേക്ക് നമുക്കതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ഫീൽഡ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ പല പല ഘട്ടങ്ങളായിട്ടാണ് ഒരു ചെടി അവസാനം ഭൂമിയിലേക്ക് അതിൻ്റെ നോർമൽ പരിസ്ഥിതിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ വംശനാശം നേരിടുന്ന അല്ലെ എൻഡേഞ്ചേർഡ് സ്പീഷീസായിട്ട് കണക്കാക്കുന്ന സസ്യങ്ങളെ ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ മുഖേന ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതിന് ടിഷ്യൂ കൾച്ചർ ആവശ്യമായിട്ട് വരുന്നത്? അതിൻ്റെ വിത്തിനങ്ങൾ കണ്ടെത്തി സ്വാഭാവികമായിട്ട് നട്ടുപിടിപ്പിച്ചാൽ പോരെ? സാധാരണഗതിയിൽ നമ്മുടെ സസ്യങ്ങളുടെ ഒരു പ്രജനന രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിത്തുകൾ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളുണ്ട്, സ്റ്റെം കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നവയുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഒരു വിത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റെം കട്ടിങ്ങിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വിത്തിൽ നിന്ന് നമുക്കൊരു ചെടിയെ പോസിബിൾ ആയിട്ടുള്ളൂ. വളരെ പരിമിതമായിട്ടുള്ള എണ്ണം മാത്രമേ പുതിയ ചെടികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഒരു ചെറിയ ഒരു പ്ലാന്റ് പാർട്ട്, അതായത് ഒരു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സസ്യഭാഗം, അതിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ ഒരു 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ ചെടികളെ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ ഒരു ടിഷ്യൂ എടുക്കുന്നത് ഏത് പ്ലാന്റിൽ നിന്നാണോ ആ പ്ലാന്റിനെ മദർ പ്ലാന്റ് അല്ലെങ്കിൽ മാതൃസസ്യം എന്ന് പറയാറുണ്ട്. അതിൻ്റെ എക്സാക്റ്റ് കോപ്പീസാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ സംബന്ധിച്ച് അവയുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി അതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് പ്ലാന്റ്സ് അറ്റ് എ ടൈം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് മാത്രമാണ് എൻഡേഞ്ചേർഡ് പ്ലാന്റ്സിൻ്റെ ഒരു ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് ടെക്നിക്കായിട്ട് ടിഷ്യൂ കൾച്ചർ ആണ് എന്ന് പറയാൻ തന്നെ കാരണം. ചില സസ്യങ്ങളെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇങ്ങനെ കൺസേർവ് ചെയ്ത് വെക്കാം, അതായത് ഉറക്കി കിടത്താം, പിന്നെ വേണ്ട സമയത്ത് അതിനെ പുനരുജ്ജീവിപ്പിക്കാം എന്നും മാമിൻ്റെ റിസർച്ച് പേപ്പറിൽ കണ്ടു. ഒരു ക്രയോ പ്രിസർവേഷൻ സാങ്കേതികവിദ്യ, അതെന്താണെന്ന് കൂടെ ഒന്ന് വിശദീകരിക്കുക. അതുപോലെ ഈ ഒരു സാങ്കേതികവിദ്യയിലൂടെ എന്തുമാത്രം സസ്യങ്ങളെ ഈ രീതിയിൽ കൺസേർവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ വളരെ ചെറിയ ഊഷ്മാവിൽ സസ്യങ്ങളെ ശീതീകരിച്ച് സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് പ്ലാന്റ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ക്രയോ ടെമ്പറേച്ചർ, അതായത് ലിക്വിഡ് നൈട്രജൻ്റെ -196 ഡിഗ്രി സെൽഷ്യസ് എന്ന ഒരു താപനിലയിലാണ് സസ്യങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത്. സസ്യങ്ങളെ മുഴുവനായിട്ട് പറിച്ചു കൊണ്ടുവന്ന് ലിക്വിഡ് നൈട്രജനിൽ ഇറക്കി വയ്ക്കുകയല്ല ചെയ്യുന്നത്. അടുത്ത തലമുറയിലേക്ക് ഏത് രീതിയിലാണോ ആ ഒരു സസ്യത്തെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു പ്രൊപ്പഗ്യൂൾ, അത് ചില സമയത്ത് സീഡുകളാകാം, അല്ലെങ്കിൽ അവയുടെ എംബ്രിയോ ആകാം, ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള മെരിസ്റ്റമാകാം, അതിനെ മാത്രമായിട്ട് നമ്മുടെ ലിക്വിഡ് നൈട്രജനിലേക്ക് സൂക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ലിക്വിഡ് നൈട്രജൻ്റെ ഒരു പ്രത്യേക താപനിലയിലുള്ള ഒരു സംരക്ഷണമാണ് ഇതിലൂടെ ഉറപ്പാക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ജലം ഘനീഭവിച്ച് ഐസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് നൈട്രജനിലേക്ക് ഒരു പ്ലാന്റിനെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് എല്ലാ ബയോളജിക്കൽ സാമ്പിൾസും, അത് പ്ലാന്റ് ആയിരുന്നാലും അനിമൽ സെൽസ് ആയിരുന്നാലും, ഒരു സെല്ലിൽ ഒരു മെജോറിറ്റി കണ്ടൻറ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്, വെള്ളമാണ്, മോയ്സ്ചർ കണ്ടൻറ്റാണ് അവിടെ ഉള്ളത്. ബാക്കി 25% മറ്റു കോൺസ്റ്റിറ്റ്യുവൻസ് വരുന്നത്. അപ്പോൾ ഈ 75% വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവിനെ ലിക്വിഡ് നൈട്രജനിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു
ഐസ് ഫോമിങ് അവിടെ നടക്കുന്നുണ്ട്. ഐസ് ക്രിസ്റ്റലുകളുടെ പ്രത്യേകത, ഇങ്ങനെ ഉണ്ടാകുന്നവ ഐസായിട്ടല്ല മാറുന്നത്, ഐസ് ക്രിസ്റ്റലുകളായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഒരു സസ്യകോശത്തെ സംബന്ധിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഒരു സസ്യകോശം എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ടീച്ചേഴ്സൊക്കെ നമുക്ക് ബോർഡിലൊക്കെ വരച്ച് തന്നിട്ടുള്ള കാര്യം ഓർമ്മയിലുണ്ടായിരിക്കും. ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു സെല്ല്, അതിൻ്റെ ബൗണ്ടറി ആയിട്ടൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്, ഏറ്റവും പുറമായിട്ടൊരു സെൽ വാളുണ്ട്, പിന്നെ അതിനുള്ളൊരു കുഞ്ഞൻ ന്യൂക്ലിയസും ഒരു വലിയ വാക്യൂളും പിന്നെ സൈറ്റോപ്ലാസവും സെല്ലുലാർ ഓർഗനൽസും ഒക്കെയാണ് ആ സെല്ലിനുള്ളിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ലിക്വിഡ് നൈട്രജനിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് സാമ്പിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ സെല്ലിനുള്ളിൽ കുറേ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് സെല്ലിനുള്ളിലുള്ള വെള്ളം ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാകാൻ തുടങ്ങും. ഐസ് ക്രിസ്റ്റലുകളുടെ പ്രത്യേകത വളരെയധികം അതിൻ്റെ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ വളരെ കൂർത്ത ഷേപ്പിലുള്ളവയാണ്. അപ്പോൾ ഈ കൂർത്ത മുനകളുള്ള ഐസ് ക്രിസ്റ്റൽസ് സെൽ വാളിനെ ബ്രേക്ക് ചെയ്യും. അതുവഴി ആദ്യം സെൽ മെംബ്രെയിനെ അത് തുളച്ച് കയറും, അങ്ങനെ സെൽ വാളിലേക്ക് അത് എത്തുന്നു. അങ്ങനെ സെൽ മെംബ്രെയിനും സെൽ വാളും ഒക്കെ ബ്രേക്ക് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ട് സെൽ ഡെത്തും ടിഷ്യൂ ഡെത്തും അതുപോലെ ഓർഗാനിസം ഡെത്തും സംഭവിക്കും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രയോ പ്രിസർവേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ വെള്ളത്തിന്, കാര്യം ഏതൊരു വസ്തുവും പുനർജീവിക്കണമെങ്കിൽ അതിലൊരു മിനിമം വാട്ടർ കണ്ടൻറ്റ് ആവശ്യമുണ്ട്. ഒരു 15 മുതൽ 30% അതിൻ്റെ ഒരു അളവ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ 75% നിന്നും ഈ 15-30% പതിയെ പതിയെ വെള്ളത്തിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവയെ നമ്മൾ ക്രയോ പ്രൊട്ടക്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇത് ഈ ക്രയോ പ്രൊട്ടക്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസിനെല്ലാം ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അവ ഉണ്ടാക്കുന്നത്. അതായത് സെല്ലിനുള്ളിലെ വെള്ളത്തിനെ പതിയെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതായത് നമ്മുടെ മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ എന്ത് സംഗതിയാണോ സംഭവിക്കുന്നത് അതേ കാര്യം തന്നെയാണ്. ഉള്ളിലുള്ള വെള്ളം മാറി പുറത്തുള്ള സംഗതി അകത്തേക്ക് കയറുന്നു. അപ്പോൾ ആ ഒരു ഓസ്മോസിസ് നടക്കുന്നത് കാരണം പിന്നീട് ഫ്യൂച്ചറിൽ എത്ര വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ സാമ്പിളിനെ ലിക്വിഡ് നൈട്രജനിലേക്ക് നിന്ന് എടുത്ത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഓസ്മോട്ടിക് പ്രൊട്ടക്റ്റൻസ് എല്ലാം ഉള്ളിലുള്ളത് കാരണം ടിഷ്യൂ ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അതിൽ നിന്ന് റീജനറേഷൻ സാധ്യമാകപ്പെടുന്നുണ്ട്. ഈ രീതിയിലുള്ളൊരു ക്രയോ പ്രിസർവേഷൻ എൻ്റെ PhD ഗവേഷണം പ്ലാൻ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയായിരുന്നു. അതിൽ കച്ചോലം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ മെരിസ്റ്റം ക്രയോ പ്രിസർവേഷൻ, അതുപോലെ അതിൻ്റെ സൊമാറ്റിക് എംബ്രിയോ ക്രയോ പ്രിസർവേഷൻ, ഇതൊക്കെയാണ് അവിടെ ചെയ്തത്. ഈ ക്രയോ പ്രൊട്ടക്ഷൻ മെത്തേഡുകളെ പറയുന്നത് പോലെ അത്ര ലളിതമല്ല, വളരെ ശാസ്ത്രീയമായി തന്നെ അതിനെ ഓപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളാണ് എൻ്റെ PhDയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് ചില റിസർച്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മേൽനോട്ടത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ 2 സ്റ്റുഡൻസ് അതിൻ്റെ ക്രയോ പ്രിസർവേഷൻ അവരുടെ PhD വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. അതിലൊരെണ്ണമാണ് നാഗദന്തി. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ബാലിയോസ്പെർമം മൊണ്ടാനം എന്നാണ് ഇത് പറയുന്നത്. പിന്നെ ഉള്ളത് അടപതിയൻ, അതിനെ ഹോളോസ്റ്റിമ ആനുലെയർ എന്നാണ് എൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ഈ 2 പ്ലാന്റ്സിൻ്റെ ക്രയോ പ്രിസർവേഷനാണ് നമ്മളിവിടെ ചെയ്തത്. ഈ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? നാഗദന്തിയും ഹോളോസ്റ്റെമ അല്ലെങ്കിൽ അടപതിയനും മെഡിസിനലി വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റാണ്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന മെഡിസിനൽ പ്ലാന്റ്സിൽ അതിൻ്റെ ഒരു താരതമ്യം നമ്മൾ നോക്കുമ്പോൾ 200ഓളം പ്ലാന്റ്സ് വളരെയധികം വ്യാപകമായിട്ട് ആയുർവേദിക് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവയുണ്ട്. അതിൽ വരുന്ന 2 ചെടികളാണ്. അതായത് അവയുടെ ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. ഒത്തിരി ആയുർവേദ ഫോർമുലേഷനിൽ ഈ 2 ചെടികളും അവയുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നുണ്ട്. നാഗദന്തിയെ സംബന്ധിച്ച് അതിൻ്റെ വേരുകൾ, അതുപോലെ അടപതിയനെ സംബന്ധിച്ച് അതിൻ്റെ വേരുകൾക്കാണ് പ്രാധാന്യം. അപ്പോൾ വേരുകൾ പ്രധാന ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ചെടികളുടെ ഒരു പ്രത്യേകത, ആ വേരുകൾ കിട്ടണമെങ്കിൽ ചെടി മൊത്തം നമുക്ക് അപ്രൂട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു അപ്രൂട്ടിങ് ചെയ്യുമ്പോൾ വംശനാശ ഭീഷണിക്ക് കൂടുതൽ സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഏത് ഭാഗത്താണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റിയെ അത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വേരുകളിലാണ് മെഡിസിനൽ പ്രോപ്പർട്ടി കൂടുതലുള്ളെങ്കിൽ അത്തരം ചെടികൾക്ക് അവയുടെ പോപ്പുലേഷൻ വളരെ വേഗം നശിക്കാനുള്ള ഒരു സാധ്യത ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ കച്ചോലം, നാഗദന്തി, അടപതിയൻ ഈ സസ്യങ്ങളെ സംരക്ഷിക്കാൻ ടിഷ്യൂ കൾച്ചറാണ് ഏറ്റവും
മികച്ച രീതി എന്ന് പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും നമുക്ക് നമ്പർ ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു സിസ്റ്റം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ടിഷ്യൂ കൾച്ചറിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്രയോ പ്രിസർവേഷൻ പോലെയുള്ള രീതികളിലൂടെ നമുക്കിവയെ ആജീവനാന്തം സംരക്ഷിക്കാനാകും. അതായത് കാലത്തിന് അതീതമായിട്ട് സംരക്ഷിക്കാനാകും. എത്ര വർഷത്തോളം ഈ ഒരു ടെക്നിക്ക് തുടങ്ങിയിട്ടൊരു 1970-80കളിലാണ് ഇത് ഈ പ്ലാൻ ക്രയോ പ്രിസർവേഷൻ എന്നുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അനിമൽ സെൽസിൻ്റെ സ്പേം സെൽസിൻ്റെയൊക്കെ പ്രിസർവേഷന് ക്രയോ പ്രിസർവേഷൻ നേരത്തെ ഉപയോഗിച്ചിരുന്നു. അത് പ്ലാൻ സിസ്റ്റത്തിലേക്ക് വന്നത് ഒരു 70-80 കാലഘട്ടങ്ങളിലാണ്. അങ്ങനെ ആപ്പിൾ പോലെയുള്ള ചില മെറ്റീരിയൽസ് ഒരു 30-35 വർഷത്തിന് ശേഷവും ക്രയോ പ്രിസർവേഷനിൽ സംരക്ഷിച്ചിട്ട് അതിനെ തിരിച്ച് അതിൻ്റെ റീജനറേഷൻ എബിലിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണോ ഒരു നോർമൽ മെരിസ്റ്റം ബിഹേവ് ചെയ്യുന്നത് അതേമാതിരി തന്നെ ആ ഒരു ക്രയോ പ്രിസർവ് ചെയ്ത മെരിസ്റ്റത്തിൽ നിന്നും പിന്നെ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോൾ എത്ര വർഷമായിട്ട് പ്രിസർവ് ചെയ്യുന്നതുണ്ട്? യൂണിവേഴ്സിറ്റി കോളേജിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് ഒരു 2020 സമയത്താണ് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 4-5 വർഷം ഡ്യൂറേഷനേ ആകുന്നുള്ളൂ. ഇതുപോലെ തന്നെ ഈ കുഞ്ഞൻ മഞ്ഞൾ, കരിമഞ്ഞൾ എന്നിവയിലും കുറച്ച് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അതെന്തൊക്കെയാണ്? ഇവയിൽ കുർക്കുമിൻ്റെ അളവ് കൂടുതലാണോ? എന്താണ് ഇവയുടെ പ്രത്യേകത സാധാരണ നമ്മുടെ മഞ്ഞളിനെ അപേക്ഷിച്ച്? കുർക്കുമ എന്ന് പറയുന്ന ഒരു ജനുസിൽ 2 സ്പീഷീസുകളാണ് ഈ പറയുന്ന കുർക്കുമ വാമന അല്ലെങ്കിൽ കുഞ്ഞൻ മഞ്ഞൾ, അതുപോലെ കുർക്കുമ എറൂജിനോസ അല്ലെങ്കിൽ കരിമഞ്ഞൾ എന്ന 2 ലോക്കൽ നെയിമുകളിൽ നമുക്ക് അറിയപ്പെടുന്നവ. ഇവയുടെ കുർക്കുമിൻ കണ്ടൻറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കുർക്കുമ ലോങ്ക എന്ന് പറയുന്ന നമ്മുടെ സാധാരണ കറിമഞ്ഞളിലാണ് കുർക്കുമിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത്. ഈ 2 സ്പീഷീസിലും ഞങ്ങളിപ്പോൾ ഗവേഷണം ചെയ്യുന്ന കുർക്കുമ വാമനയിലും കുർക്കുമ എറൂജിനോസയിലും കുർക്കുമിനുണ്ട്, പക്ഷേ കുർക്കുമ ലോങ്ങയുടെ അത്രയും ഇല്ല. അതേസമയം നമ്മുടെ തുടക്കത്തിലുള്ള പരീക്ഷണങ്ങൾ പറയുന്നത് കുർക്കുമിനേക്കാളും കൂടുതൽ അളവിൽ മറ്റെന്തൊക്കെയോ രാസസംയുക്തങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അനാലിസിസൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. കുർക്കുമ വാമന എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആ സ്പീഷീസ് നെയിം പറയുന്നത് പോലെ, വാമന എന്ന് പറയുന്ന സ്പീഷീസ് നെയിം പറയുന്നത് പോലെ അതിൻ്റെ റൈസോം അല്ലെങ്കിൽ ആ കിഴങ്ങെന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള റൈസോമുകളാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് കേരളത്തിലെ തെന്മല അങ്ങനെയുള്ള ചില കുറച്ച് ആൾട്ടിറ്റ്യൂഡ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. അങ്ങനെയുള്ള സസ്യങ്ങളെ, അതായത് പ്രത്യേക പോക്കറ്റുകളിൽ മാത്രം കാണുന്ന സസ്യങ്ങളെ എൻഡെമിക് സ്പീഷീസ് എന്ന് പറയാറുണ്ട്. മാത്രമല്ല ഇത് റെഡ് ഡേറ്റ ബുക്കിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത്. കാര്യം എണ്ണം വളരെ കുറവാണ്. അപ്പോൾ എണ്ണം വളരെ കുറവുള്ള ചെടികൾ കൂടുതൽ കൺസർവേഷൻ അർഹിക്കുന്ന ചെടികളാണ്. ഈ പ്ലാന്റിൻ്റെ മൈക്രോ പ്രൊപ്പഗേഷൻ, അതായത് ടിഷ്യൂ കൾച്ചർ വഴി കൂടുതൽ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് എനിക്ക് കൈരളി അവാർഡ് ഗവൺമെൻറ് ഓഫ് കേരളയിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. അതായത് ഏത് പ്ലാന്റ് പാർട്ടാണോ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ എക്സ്പ്ലാന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഒറ്റ സിംഗിൾ എക്സ്പ്ലാന്റിൽ നിന്നും മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ കറിമഞ്ഞളിലുള്ള കാണുന്ന അത്രയും കുർക്കുമിൻ ഇതിലില്ല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും ഇതിൽ ഗവേഷണം നടത്തണം, ഇതിനെ കൺസേർവ് ചെയ്യണം എന്ന് തോന്നാൻ കാരണം എന്താണ്? ആദ്യത്തെ കുർക്കുമ വാമനയെ സംബന്ധിച്ച് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ കൺസർവേഷൻ, അത് കൺസർവേഷൻ ഇൻ്റർനാഷണൽ ഫോറം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പം അതിൽ വേറെ ടെക്നിക്കുകൾ വഴി, അതായത് കൺവെൻഷണൽ പ്രജനന രീതികൾ വഴി നമുക്കിതിനെ കൺസർവ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അതെവിടെയാണോ കാണപ്പെടുന്നത് അവിടെ അത് കൺസർവ് ചെയ്യപ്പെടും. പക്ഷേ പുതിയ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ നാച്ചുറൽ പോപ്പുലേഷനെ അത് സ്വാഭാവികമായിട്ട് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ പ്രിസർവ് ചെയ്യാനും അതോടൊപ്പം തന്നെ പ്ലാന്റ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ നാച്ചുറൽ ലൊക്കാലിറ്റിയിൽ കൊണ്ടുപോയി ഇത്തരം പ്ലാന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനുമാണ് ആ ഒരു പ്രോജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു പോപ്പുലേഷൻ കുറേയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ പറ്റും. കുർക്കുമ എറൂജിനോസയെ സംബന്ധിച്ച് അതിൻ്റെ ഈ റൈസോം നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിൽ നീല കളർന്ന പർപ്പിൾ കളറിലുള്ള എന്തോ ഒരു വസ്തു അവിടെയുണ്ട്. അത് എന്ത് വസ്തുവാണെന്നുള്ള കാര്യം ഇതുവരെയും സ്റ്റഡീസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നടന്നിട്ടില്ല. ഇത് കുറേ കോമ്പൗണ്ടുകളുടെ ഒരു സംയുക്ത ഫലമായിട്ടാണ് ഇത്തരം ഒരു കളറേഷൻ അതിനകത്ത് ഉള്ളത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡൈക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടോ, അത്തരം സാധ്യതകളിലേക്കാണ് ആ ഒരു ഗവേഷണം നീങ്ങുന്നത്.
രണ്ട് ഡയമെൻഷനിൽ നടക്കുന്ന വർക്കുകളാണ്. ഒരു ഡൈക്കുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അതിന് ഒരു വേറൊരു തലത്തിലേക്കാണല്ലോ അത് പോകുന്നത്. കാരണം ഡൈ നിർമ്മിക്കാനുള്ള സ്റ്റാർട്ടപ്പ് സാധ്യതകൾ, കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? അതിൻ്റെ പ്രിലിമിനറി എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നത് കാരണം എത്രമാത്രം അളവിൽ ആ പ്ലാന്റിൽ ഇതുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അതേസമയം കുർക്കുമയുടെ തന്നെ കേസിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. അതിൽ ഈ കിഴങ്ങ് നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ നല്ല പർപ്പിൾ കളർ, വയലറ്റ് കളറിലാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കണ്ടൻറ്റ് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കാണാം. അപ്പോൾ അതുകൊണ്ട് സ്പീഷീസ് വൈസ് ഈ നാച്ചുറൽ ഡൈസിന് വ്യത്യാസങ്ങളുണ്ട്. കുർക്കുമ എറൂജിനോസ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു എഡിബിളാണ്. ഇതിൻ്റെ റൈസോം എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന സ്റ്റാർച്ചിൽ നിന്ന് കൂവപ്പൊടി ഉണ്ടല്ലോ, ആരോ റൂട്ട്. അപ്പോൾ അതിൻ്റെ ആരോ റൂട്ട് പൗഡറിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കാരണം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ നാച്ചുറൽ പോപ്പുലേഷൻ അപ്രത്യക്ഷമാകാൻ അധിക കാലം ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു റെമഡി എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞ ടെക്നിക്ക് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഈ വേരുകളിലാണ് ഔഷധ സംയുക്തങ്ങളെങ്കിൽ അത് നമ്മൾ അപ്രൂട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ചെടിയും ഇല്ലാതാവുകയാണ്. അപ്പം വേഗത്തിൽ ഇതിന് വംശനാശം വരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഹെയറി റൂട്ട്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചെടിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഔഷധങ്ങളെ വേർതിരിച്ചെടുക്കാൻ, അതൊന്ന് വിവരിക്കാമോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു ബേസിക് ടെക്നിക്കിന് പല പല ഡയമെൻഷൻസ് ഉണ്ട്. ക്രയോ പ്രിസർവേഷൻ അതിലുള്ള ഒരു സംഗതിയാണെന്ന് ഇപ്പോൾ പറഞ്ഞു. അതിലുള്ള മറ്റൊരു സാധ്യതയാണ് ഹെയറി റൂട്ട് കൾച്ചർ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും ബേസ് ടിഷ്യൂ കൾച്ചറാണ്. ഹെയറി റൂട്ട്, അതായത് റൂട്ടിൽ എന്തോ ഹെയർസ് ഉണ്ട്. ഇപ്പോൾ ഹെയറി റൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ കൾച്ചറിൽ തന്നെ മറ്റൊരു ടെക്നിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഹെയറി റൂട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഏത് പ്ലാന്റ് പാർട്ടിൽ നിന്നും നമുക്ക് ടിഷ്യൂ കൾച്ചർ പോസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് അതിൻ്റെ രാസസംയുക്തങ്ങൾ, അതായത് ഔഷധ ഗുണമുള്ള രാസസംയുക്തങ്ങൾ വേരുകളിലോ അല്ലെങ്കിൽ സസ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു പ്ലാന്റിൻ്റെ ലീഫോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ചെറിയൊരു കഷ്ണമോ, അതൊരു 1 സെൻറ്റിമീറ്റർ ഡയമെൻഷൻ മതി. അത്രയും ചെറിയ ഭാഗത്ത് നിന്ന് നമുക്ക് ബാക്ടീരിയ, ആ പറഞ്ഞ പ്ലാന്റ് പാർട്ടിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങൾ, അതായത് മുറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ നമുക്ക് ബാക്ടീരിയ ഉള്ളിലേക്ക് കടത്തി വിട്ടാം. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ചില ടെക്നിക്സ് ഉണ്ട്. ബാക്ടീരിയൽ കൾച്ചർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വളർത്തും. അഗ്രോ ബാക്ടീരിയം റൈസോജൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അഗ്രോ ബാക്ടീരിയം റൈസോജൻസ് പെട്രി ഡിഷിലൊക്കെ ഇങ്ങനെ കൾച്ചർ ചെയ്തതിന് ശേഷം ആ ബാക്ടീരിയൽ കോളനിയിൽ ചെറുതായിട്ട് സ്പർശിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത ഒരു കത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രൂട്ടൊന്നും ആ കത്തിയല്ല, സർജിക്കൽ ഒരു പ്രൊസീജിയറിൽ ഒരു സർജൻ ഉപയോഗിക്കുന്ന ആ ഒരു സർജിക്കൽ ബ്ലേഡൊക്കെ ഘടിപ്പിച്ച കത്തി ഉപയോഗിച്ച് ബാക്ടീരിയൽ കോളനീസിൻ്റെ കൾച്ചറിൽ ചെറുതായിട്ടൊന്ന് തട്ടിയതിന് ശേഷം അതേ സംഗതി ഉപയോഗിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ, അതായത് ആ ലീഫിൻ്റെ കഷ്ണമാണെങ്കിൽ ആ മുറിഞ്ഞിരിക്കുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കും. അന്നേരം സ്വാഭാവികമായിട്ട് കുറേയൊക്കെ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറും. ബാക്ടീരിയയെ സംബന്ധിച്ച് ബാക്ടീരിയയുടെ ക്രോമസോമിൻ്റെ ഒരു ഭാഗം പ്ലാന്റിൻ്റെ ക്രോമസോമായിട്ട് ചെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയും അതിന് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ പ്ലാന്റ് സെല്ല് ജനറ്റിക്കലി ട്രാൻസ്ഫോംഡായി, അതായത് നിലവിലുള്ള അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മാറി പകരം ബാക്ടീരിയയുടെ ക്രോമസോമിൻ്റെ ഒരു ഭാഗം കൂടി അതിനകത്തേക്ക് വന്നു. ബാക്ടീരിയയുടെ ക്രോമസോം ഈ പ്ലാന്റ് ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ബാക്ടീരിയയുടെ ക്രോമസോമിൻ്റെ പ്രവർത്തന ഫലമായിട്ട് റൂട്ടുകൾ ഉണ്ടാകാനുള്ള ഹോർമോൺ അതിനകത്തൊരു സിഗ്നൽ കൊടുക്കും. അന്നേരം പ്ലാന്റിൻ്റെ സെല്ല് നേരത്തെ പറഞ്ഞ ടോട്ടിപ്പൊട്ടൻസി എന്നൊക്കെ പറഞ്ഞ ആ ഒരു എബിലിറ്റി നേരത്തെ ഉള്ളത് കാരണം ഈ ഒരു ഹോർമോൺ ഉണ്ടാക്കാനുള്ള സിഗ്നൽ, ഈ ഹോർമോണിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ റൂട്ടുകൾ ഉണ്ടാകുക എന്നാണ്. ഓക്സിൻ എന്നാണ് ആ ഹോർമോണിന് പറയുന്നത്. ഓക്സിൻസ് പൊതുവേ ഈ റൂട്ട് ഉണ്ടാക്കാനുള്ള സിഗ്നലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം ലീഫിൻ്റെ സൈഡിൽ നിന്നൊക്കെ നിറയെ ഹെയർസ് വരും. ഇങ്ങനെ ഉണ്ടാകുന്ന ഹെയർസ് ഞാൻ പറഞ്ഞല്ലോ, ഹെയറി ആയിട്ടുള്ള റൂട്ട് ഹെയർസാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് ഓക്സിൻസ് ഉണ്ടെങ്കിൽ റൂട്ട് ഉണ്ടാകാറുണ്ട്. ഇത് ഈ അഗ്രോ ബാക്ടീരിയം വഴിയുള്ള ഹെയറി റൂട്ട്സ് ആണോ അതല്ലാതെ മറ്റ് ഓക്സിൻ്റെ ഇൻഫ്ലുവൻസ് കിട്ടിയ
റൂട്ടാണോ എന്നുള്ള കാര്യം നമുക്ക് താരതമ്യം ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ജനറ്റിക് ടെക്നിക്കൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് PCR അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കമ്പാരിസൺ പറയാം. മോർഫോളജിക്കലി ഇതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ റൂട്ടിൻ്റെ ഒരു നേച്ചർ പറയുന്നത് ദേ ആർ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്, അതായത് ഗ്രാവിറ്റിയിലേക്ക് പോകുന്നത്. ഈ ഹെയറി റൂട്ട്സിനെ സംബന്ധിച്ച് ദേ ആർ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്. അത് കാരണം കൾച്ചർ ഫ്ലാസ്കിൻ്റെയൊക്കെ മുകളിലേക്കായിരിക്കും ഇവ ഓറിയൻറ്റ് ചെയ്ത് വളരുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരുന്ന റൂട്ടുകളെ നമുക്കൊരു സംശയം ഇതിലെടുക്കാം, ഇത് ഹെയറി റൂട്ട് ആയിരിക്കാമെന്ന് വിചാരിക്കാം. ഇത്തരം ഹെയറി റൂട്ട്സിൻ്റെ ഈ പറഞ്ഞ മോളിക്കുലാർ ടെക്നിക്സ് ഉപയോഗിച്ച് അതിൻ്റെ DNA ഒക്കെ ഐസൊലേറ്റ് ചെയ്ത് ബാക്ടീരിയയുടെ DNA തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ ബാക്ടീരിയൽ DNA ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ഹെയറി റൂട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ബാക്ടീരിയൽ ക്രോമസോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാൻഡുകൾ എവിടെ കാണാൻ പറ്റും? നമ്മുടെ ഹെയറി റൂട്ട്സിലും കാണാൻ പറ്റും. അങ്ങനെ സിമിലർ ബാൻഡിങ് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്നുള്ള കാര്യം നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. ഈ രീതിയിൽ ഹെയറി റൂട്ട് ഇൻഡക്ഷൻ ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇൻ്റർനാഷണലി കുറേ പ്ലാന്റ്സിൽ ഇത്തരത്തിൽ ഹെയർ റൂട്ട്സ് വഴി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫും അത് പാർവതി എന്ന് പേരുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ PhD വർക്കാണ്. അതിൽ ഹെയറി റൂട്ട് ഇൻഡക്ഷനും അതുപോലെ നോർമൽ റൂട്ട് ഇൻഡക്ഷൻ്റെ കമ്പാരിസൺ നോക്കി അതിനകത്ത് ഒരു ബാലിയോസ്പെർമിൻ മൊണ്ടാനിൻ എന്ന് പറയുന്ന 2 കോമ്പൗണ്ടുകളാണ് ഉള്ളത്. നാഗദന്തി മലയാളത്തിൽ പറയുന്ന ആ പ്ലാന്റിൽ. അപ്പോൾ അതിൽ ഹെയറി റൂട്ടിൽ ഈ കോമ്പൗണ്ടുകളുടെ പ്രൊഡക്ഷൻ റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ നാഗദന്തിയുടെ സ്വാഭാവിക വേരുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന ഔഷധ സംയുക്തങ്ങളുടെ എത്ര മടങ്ങ് നമുക്ക് ഈ ഹെയറി റൂട്ട്സിൽ നിന്ന് കിട്ടും ഈ രീതിയിൽ? സാധാരണ ഒരു നാച്ചുറലി നിൽക്കുന്ന നമ്മുടെ സാധാരണ പുറത്ത് നിൽക്കുന്ന ഒരു ചെടിയിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലത് നാനോഗ്രാം ലെവലിലായിരിക്കും, ചിലത് മില്ലിഗ്രാം തന്നെ 0.00 ആ ലെവൽ മില്ലിഗ്രാം ആയിരിക്കും. നാഗദന്തിയെ സംബന്ധിച്ച് അങ്ങനെ വളരെ മൈന്യൂട്ട് കോൺസെൻട്രേഷനാണ് ഈ ബാലിയോസ്പെർമിനും മൊണ്ടാനിനും അതിൻ്റെ റൂട്ടിൽ പൊതുവെ കാണപ്പെടുന്നത്. ഹെയറി റൂട്ട് ഇൻഡക്ഷൻ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു മില്ലിഗ്രാം സ്കെയിലിലേക്ക് അതിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ഈ പറയുന്ന കെമിക്കൽ കോമ്പൗണ്ടുകളെല്ലാം പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ഇവയ്ക്ക് പ്ലാന്റിന് വലിയ ജോലിയൊന്നും ചെയ്യാനില്ല. പ്ലാന്റിൽ ഇവ കൊണ്ടുള്ള ഉപയോഗം ഇവയുടെ ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട്, അതായത് ഒരു പെസ്റ്റിൻ്റെ അറ്റാക്കോ ഒരു പാത്തജൻ അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് പൊതുവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്ലാന്റ്സിന് ഉപയോഗം ഇല്ല എങ്കിലും അവ കൂടുതലും മനുഷ്യർക്കും മറ്റ് മൃഗങ്ങൾക്കുമാണ് അത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് മരുന്നുകളുടെ രൂപത്തിൽ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവിൽ എല്ലാ കണ്ടീഷൻസും നമ്മൾ ആർട്ടിഫിഷ്യലി കൊടുക്കുമ്പോൾ അതൊരു സ്ട്രെസ് കണ്ടീഷനാണ്. അതിന് പുറമെയാണ് നമ്മുടെ ബാക്ടീരിയൽ ഇൻസേർഷനും ജനറ്റിക് ട്രാൻസ്ഫോർമേഷനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സ്ട്രെസ് എൻവയോൺമെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ ആ ടിഷ്യൂ it is undergoing a kind of stress and it will be producing more secondary metabolites. That is the reason of high rate of production of secondary metabolites in plant tissue culture based techniques. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അതാണ്. അപ്പോൾ വളരെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ അതിന് ചെല്ലുമ്പോൾ ഒരു അന്യപദാർത്ഥം അതിനുള്ളിലേക്ക് ചെല്ലുന്നു, ബാക്ടീരിയയുടെ ക്രോമസോമൊക്കെ. അപ്പോൾ ഇത് കൂടുതൽ അളവിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. അതെ, അത് തീർച്ചയായും എപ്പോഴും അങ്ങനെയാണ്. അതിപ്പോൾ ഹെയറി റൂട്ട്സ് മാത്രമല്ല, ഇപ്പോൾ ഈ വാഴയുടെ ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാലും നോർമലി ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതേ കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ തന്നെ ആയിരിക്കും. ക്വാണ്ടിറ്റി ചിലപ്പോൾ എന്നല്ല, സ്വാഭാവികമായിട്ടും അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഒരു ആർട്ടിഫിഷ്യൽ കണ്ടീഷനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്ട്രെസ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസംസ് ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കാരണം സെക്കൻഡറി മെറ്റബോളൈറ്റിൻ്റെ ഈൽഡ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നോർമലി നിൽക്കുന്ന ഒരു നാച്ചുറൽ പോപ്പുലേഷനിൽ നിന്നും പ്ലാന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ടിഷ്യൂ കൾച്ചർ ബേസ്ഡ് ടെക്നിക്സിലൂടെ കോമ്പൗണ്ട് പ്രൊഡക്ഷൻ സാധ്യമാക്കാൻ പറ്റും എന്നുള്ള കാര്യം. അത് തന്നെയല്ല പ്ലാന്റിനെ നിലനിർത്താനും സാധിക്കും. അതെ, അതേസമയം ആ പോപ്പുലേഷൻ ഒന്നും
അതിനെ അഫക്റ്റ് ചെയ്യുകയില്ല. അത് അതേപോലെ തന്നെ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കും. പ്ലാന്റ് സ്വാഭാവികമായിട്ട് അവിടെ തന്നെ നിൽക്കും. നിൽക്കും. അതെ, അതുകൊണ്ടാണ് ഇതിനെ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ എന്നുള്ള രീതിയിലാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ടെക്നിക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. കൺസർവ് ചെയ്യാനും പറ്റും, അതേസമയം നമ്മുടെ പ്രോട്ടോക്കോളിലൂടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ സിന്തസിസും സൈഡ് ബൈ സൈഡ് നടന്നുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ എങ്ങനെ സാധാരണ കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും? കാരണം ഇതിന് വൻ സാധ്യതകളാണ് കാണുന്നത്. ഇപ്പോൾ ആയുർവേദ മരുന്ന് ഉൽപ്പാദനത്തിനും ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്സൊക്കെ വളരെ സാധ്യതകൾ കാണുന്നു. പക്ഷേ ഇത്രയും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാധാരണ കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക? സാധാരണ കർഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്കില്ല് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഹൈടെക് കൃഷി അല്ലെങ്കിൽ ഹൈടെക് കൃഷി ചെയ്യുന്ന, അതായത് കർഷകരെ സംബന്ധിച്ച് ടിഷ്യൂ കൾച്ചറിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികളെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കർഷകർക്കുണ്ട്. അത് പൊതുവിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരേ പ്രായത്തിൽ ഉള്ള ചെടികളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ടെക്നിക്കിൽ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിയുമ്പോൾ വാഴകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരേ പ്രായത്തിലുള്ള വാഴകളായത് കാരണം ഒരേ സമയമായിരിക്കും ഇവ കുലയ്ക്കുന്നത്. വാഴ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ഈ മാത്രമല്ല, ഇതിൻ്റെ തൈകൾക്ക് അധികം വിലയില്ല. വളരെ സബ്സിഡൈസ്ഡ് റേറ്റിലൊക്കെ എല്ലാ കൃഷി വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരം വാഴക്കൃഷി, ടിഷ്യൂ കൾച്ചർ വാഴക്കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഓണം പോലെയുള്ള ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കർഷകൻ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ ഒരേ സമയത്താണ് നമുക്ക് ഹാർവസ്റ്റിംഗ് നടക്കുന്നത്. മറ്റ് സാധാരണഗതിയിൽ കൺവെൻഷണൽ മെത്തേഡ് പോകുമ്പോൾ അങ്ങനെയല്ല, എപ്പോഴൊക്കെയോ പല പല സമയങ്ങളായിരിക്കും. അപ്പോൾ ഒരു മാസമായിട്ടൊരു ഇൻകം ജനറേഷൻ അവിടെ നടക്കൂല. അപ്പോൾ കർഷകർക്ക് ഒരു ഇൻകം ജനറേഷൻ്റെ സാധ്യതയിലേക്ക് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്ത ചെടികളെ അറ്റ് എ ടൈം മാക്സിമം ഹാർവസ്റ്റിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഹെയറി റൂട്ട്സ് മുഖേന ഔഷധ നിർമ്മാണം ഇതെങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അതിന് ഈ ഒരു ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, പറഞ്ഞല്ലോ ഇതിന് തുടക്കത്തിൽ കുറച്ച് എക്സ്പേർട്സിൻ്റെ മേൽനോട്ടവും വേണം. ചില സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു പൈസ വരില്ല, എന്നിരുന്നാലും അത്തരം ഉപകരണങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് പോകണമെങ്കിൽ നമുക്കൊരു ബയോ റിയാക്ടർ ടെക്നോളജി കൂടി അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നമുക്ക് ബയോ റിയാക്ടേഴ്സ് നിലവിലില്ല. നമ്മൾ ചെയ്തത് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഒരു കൾച്ചർ ഫ്ലാസ്കിൽ, ഒരു 250 ml കപ്പാസിറ്റി ഉള്ള കൾച്ചർ ഫ്ലാസ്കിൽ ഒരു 100 ml ലിക്വിഡ് മീഡിയത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു 500 milligram ഹെയറി റൂട്ട്സ് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ഒരു മാസമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഒരു ബയോ റിയാക്ടറിലേക്ക് പോകുമ്പോൾ ഈ 100 ml പകരം 5 ലിറ്റർ ആകും മീഡിയത്തിൻ്റെ കപ്പാസിറ്റി. അതുപോലെ ഹെയറി റൂട്ട്, നമ്മൾ ആദ്യം കൊടുത്ത ഹെയറി റൂട്ട് 500 milligram പുറമെ കുറേ കൂടി മാസമാവും. അപ്പോൾ അത്തരം ലെവലിലേക്ക് ഇത് സ്കെയിലപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷനും അവിടെ കൂടപ്പെടുകയാണ് ചെയ്യുന്നത്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സാധ്യത നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ചില പ്ലാന്റ്സിനെ സംബന്ധിച്ച് അത് ഈ ചില ഔഷധ സസ്യങ്ങൾ എല്ലാ സീസണിലും അവൈലബിൾ അല്ല. മിക്കവാറും ഒരു സമ്മർ സീസൺ വരുമ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വരുന്ന ചെടികളെല്ലാം ഡോർമൻസി പീരീഡാണ്. അവ മണ്ണിനടിയിലേക്ക്, അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് മണ്ണിനടിയിലുള്ള കിഴങ്ങുകൾ മാത്രം അവിടെ അവശേഷിക്കും. പിന്നീട് മൺസൂൺ സീസണൊക്കെ വന്നതിന് ശേഷം അത് സ്പ്രൗട്ട് ചെയ്ത് പുതിയ ചെടിയായി മാറുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സീസണിൽ ആ പ്ലാന്റ് നമുക്ക് കിട്ടൂല. പ്ലാന്റ് എവിടെ നിൽക്കുന്നതെന്ന് ചിലപ്പോൾ അറിയാൻ പോലും പറ്റൂല. അപ്പോൾ അത്തരത്തിൽ പ്ലാന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷേ ടിഷ്യൂ കൾച്ചറിൽ ഇറസ്പെക്റ്റീവ് ഓഫ് സീസൺ, അതുപോലെ ഇറസ്പെക്റ്റീവ് ഓഫ് സ്പേസ്, നമുക്ക് പ്ലാന്റ്സിനെ എല്ലാ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ സീസൺ ഒരു ബാരിയറല്ല, സ്പേസ് ഒരു ബാരിയറല്ല. ആവശ്യമുള്ളത് സ്കില്ലും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പോണൻസുമാണ് ആവശ്യം. അതിന് കൂടുതൽ സ്റ്റാർട്ടപ്പ് സാധ്യതകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളുണ്ട്. കൂടുതൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല. അതേസമയം ഇന്ത്യയിലെ മറ്റ് നോർത്തേൺ സ്റ്റേറ്റ്സൊക്കെ എടുക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഹെയറി റൂട്ട് ഇൻഡക്ഷൻ വഴിയുള്ള ഡ്രഗ് പ്രൊഡക്ഷനൊക്കെ കാര്യമായിട്ട് ചെയ്യുന്ന ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുകൂടാതെ ചില പ്രൈവറ്റ് ലബോറട്ടറീസിലുണ്ട്. കേരളത്തിൽ ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് ഇതുപോലെ വാഴ, ഇഞ്ചി, മഞ്ഞൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള
ടിഷ്യൂ കൾച്ചർ ലാബുകളുണ്ട്, ഓർക്കിഡ്സ്, ആന്തൂറിയം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മരുന്ന് ഔഷധ നിർമ്മാണത്തിലേക്കുള്ള നിർമ്മാണത്തിലേക്ക് ചുവടുവയ്പ്പ് ഇതുവരെയും പക്ഷെ നടന്നിട്ടില്ല. കേരളത്തിൽ ഇതിന് വൻ സാധ്യതകളുണ്ടല്ലോ. കാരണം നമുക്ക് ജൈവ വൈവിധ്യം നന്നായിട്ടുണ്ട്. അതുകൂടാതെ ആയുർവേദത്തിൽ നമുക്കുള്ള ഒരു പാരമ്പര്യം. അപ്പോൾ ഈ ആയുർവേദ ഔഷധങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ അളവിൽ നിർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? അപ്പോൾ ഇത് സ്കെയിലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത്? യൂണിവേഴ്സിറ്റി കോളേജിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ്. കാരണം എല്ലാ പ്രോജക്റ്റും നമുക്ക് ഗവൺമെൻറ് ഫണ്ടഡ് പ്രോജക്റ്റാണ്. അത് മറ്റ് സ്റ്റുഡൻസിനും കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു നിർവചനം അവിടെ കിട്ടുന്നുള്ളൂ. ആയുർവേദ സ്റ്റുഡൻസ് ഇപ്പോൾ കൂടുതലും നമ്മുടെ കോളേജിലൊക്കെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടി വരുന്നുണ്ട്. മുമ്പ് ആയുർവേദത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അവരുടെ പാഠ്യപദ്ധതികളും ഒക്കെ മാറിയിട്ടുണ്ട്. MD പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റ് മറ്റ് സയൻസ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത് പോലെ ഒരു റിസർച്ച് പ്രോജക്റ്റ് ഇപ്പോൾ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അവർ ഈ പറയുന്ന ഫൈറ്റോ കെമിക്കൽ ടെക്നിക്സ് അതുപോലെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യത ബോട്ടണിയിലോ അല്ലെങ്കിൽ ബയോടെക്നോളജിയിലോ മാത്രം ഒതുങ്ങാതെ ആയുർവേദ ഫീൽഡിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രവർത്തനം നടക്കുന്നുണ്ടോ ഇപ്പോൾ? പറഞ്ഞതുപോലെ കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ മെൻറ്റർഷിപ്പിൽ അവർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഒരു ഫൈറ്റോ കെമിക്കൽ വർക്കുകളാണ്. കാരണം ഡ്യൂറേഷൻ ഒരു ഫാക്ടറാണ്. അല്ല, ഇത് യോജിച്ച് ഇതിനെ ഒന്ന് സ്കെയിലപ്പ് ചെയ്ത് പുറത്തുനിന്നും കൂടെ ഒക്കെ ആൾക്കാരെ ഉൾപ്പെടുത്തി അത് കർഷകരിലേക്ക് എത്തിക്കാൻ ആ ലെവലിലേക്കുള്ളത് അധികം താമസിയാതെ പ്രാവർത്തികമാകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പ്രോജക്ട്സ് ഒക്കെ കൊടുത്തിട്ടില്ല ഇതുവരെ. അതുപോലെ സാധ്യതകളുണ്ട്. അപ്പം നമ്മുടെ ടെക്നിക്കൽ നോഹോ പോലെ അവരുടെ ടെക്നിക്കൽ നോഹോ വികസിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് ചെയ്യാവുന്നതല്ലേ? തീർച്ചയായിട്ടും. കാര്യം സ്റ്റുഡൻസും കുടുംബശ്രീ ഇപ്പോൾ ആയുർവേദ കോളേജിലെയും യൂണിവേഴ്സിറ്റി കോളേജിലെയും റിസർച്ച് സ്റ്റുഡൻസ് കുടുംബശ്രീയൊക്കെ പങ്കെടുപ്പിച്ച് ഒരു പീപ്പിൾ പാർട്ടിസിപ്പേറ്ററി പ്രോഗ്രാം പോലെ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ ഓർക്കിഡ് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാലാവസ്ഥ നമ്മുടെ ചില ജില്ലകളിലുണ്ട്. എന്നാൽ നമ്മളത് കാര്യമായിട്ട് ചെയ്യുന്നുമില്ല. ഇഷ്ടംപോലെ ഓർക്കിഡുകളുടെ ഒരു ജൈവ വൈവിധ്യമുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഓർക്കിഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവയുടെ സീഡ് എന്ന് പറയുന്നത് നോൺ എൻഡോസ്പെർമസ് സീഡ് എന്ന് പറയുന്നത്. അതായത് എൻഡോസ്പെർമ ഇല്ല. എൻഡോസ്പെർമ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തേങ്ങ എന്ന് പറയുന്ന വസ്തു അതിൻ്റെ എൻഡോസ്പെർമാണ്. അതായത് അതിൻ്റെ എംബ്രിയോ വളർന്ന് വികസിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഈ എൻഡോസ്പെർം. അതിനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ ചെടിക്കാണ് യഥാർത്ഥത്തിൽ അത് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ എൻഡോസ്പെർം ഉള്ള സീഡുകളും ഉണ്ട്, എൻഡോസ്പെർം ഇല്ലാത്ത വിത്തുകളും ഉണ്ട്. അപ്പോൾ ഓർക്കിഡ് സീഡ്സിനെ സംബന്ധിച്ച് എൻഡോസ്പെർം ഇല്ലാത്തത് കൊണ്ട് ഫ്യൂച്ചറിൽ അത് സ്വാഭാവികമായിട്ട് അത് ജെർമിനേറ്റ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് ഓർക്കിഡ് സീഡ്സിൻ്റെ ജെർമിനേഷന് വേണ്ടിയിട്ട് ടിഷ്യൂ കൾച്ചറിൽ ആർട്ടിഫിഷ്യൽ മീഡിയത്തിലേക്ക് എന്നാൽ നമുക്കിതിനെ ജെർമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇപ്പോൾ ഓർക്കിഡ് കൾച്ചർ ചെയ്യുന്നത്. ടിഷ്യൂ കൾച്ചറിലുള്ള ഓർക്കിഡ്സ് അങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കൾച്ചർ ബോട്ടിൽസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് മറ്റ് ഫംഗസോ ബാക്ടീരിയയോ ഒന്നും ഇല്ല. അഥവാ ഫംഗസും ബാക്ടീരിയ ഉണ്ടെങ്കിൽ പ്ലാന്റിനേക്കാളും കൂടുതൽ വേഗതയിൽ അവരായിരിക്കും വളരാൻ തുടങ്ങുന്നത്. പ്ലാന്റ് അവിടെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് ഒരു കൾച്ചർ ബോട്ടിൽ നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ഡിസീസസ്. അപ്പോൾ ഓർക്കിഡ് കൾച്ചർ കൃത്യമായിട്ട് ഒരു കൾച്ചർ ബോട്ടിലിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിന് എക്സ്പോർട്ട് സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. തായ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ചെടികൾ ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇവിടെ വികസിപ്പിച്ചെടുത്ത എന്നാൽ അവിടെ ഇല്ലാത്തതായിട്ടുള്ള ഓർക്കിഡ് സ്പീഷീസിനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ജേം ബ്ലാസം എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ നാച്ചുറൽ അവസ്ഥയിലുള്ള പ്ലാന്റിനെ കൈമാറ്റം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടിഷ്യൂ കൾച്ചർ ബോട്ടിൽസിലൂടെ നമുക്കത് എക്സ്ചേഞ്ച് നടത്താം. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ വീട്ടമ്മമാർക്കുള്ളൊരു വരുമാന മാർഗം. കാരണം ഫീൽഡിലേക്ക് ഇത് മാറ്റുന്നത് ഒരു പ്രക്രിയ തന്നെയാണ്. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ഒരു 2 ആഴ്ചയാണ് അതിനൊരു മിനിമം സമയം ആവശ്യം. ആ ഒരു 2 ആഴ്ച അതിനെ കൃത്യമായിട്ട് പരിപാലിച്ച് അതിനെ അക്ലിമറ്റൈസ് എടുത്ത് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യിച്ച് അതിനെ കർഷകരിലേക്ക് ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ഇഷ്ടംപോലെ വീട്ടമ്മമാരുണ്ട്. കുറേ എൻ്റർപ്രണേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ പലരെയും അറിയുന്നതാണ്.
അവരുടെ ആ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് അവർ ഒരിക്കൽ പോലും അവരിങ്ങനെ ഒരു എൻ്റർപ്രണർ ആകുമെന്നോ അല്ലെങ്കിൽ ഇത്തരം ഒരു വരുമാന സാധ്യതയിലേക്കുള്ള ഒരു സംരംഭത്തിലേക്ക് അവർ എത്തിച്ചേരുമെന്നോ സ്വപ്നം പോലും കാണാത്ത ആൾക്കാരാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ടെക്നിക്ക് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മുടെ ഒരു സാമ്പത്തിക സ്രോതസ്സ് തന്നെ, നമ്മുടെ വീട്ടമ്മമാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാമ്പത്തിക സ്രോതസ്സ് തന്നെ കുറെ കൂടി നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു തലത്തിലേക്ക് ഉയർത്താനാകും. പക്ഷേ അതും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്തരം ഹൈടെക് കൃഷി രീതികളിലേക്ക് കൂടുതൽ ഫോക്കസിങ് വരേണ്ട സമയം ഏറ്റവും അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ, ഈ ടെക്നിക്കൽ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇതൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ തലത്തിൽ കുറച്ചൊരു ഇൻപുട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം സ്രോതസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് കേട്ടതാണ്, ഈ കുർക്കുമിൻ നമ്മൾ വൻതോതിൽ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതിന് സ്വർണത്തിനേക്കാട്ടിലും വിലയാകും, കർഷകർക്ക് അത്രയും ഇത് കിട്ടും എന്നൊക്കെ. സ്വർണത്തിന് ഭയങ്കര വിലയാണ്, പക്ഷെ എന്നാലും ഈ കറിമഞ്ഞളിൽ തന്നെ കുർക്കുമിൻ്റെ അളവ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹെയറി റൂട്ട്സ് ടെക്നിക്കിലൂടെ നമുക്ക് ഇതും കർഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതും വലിയ കാര്യമല്ലേ, ഈ കുർക്കുമിൻ എക്സ്ട്രാക്ഷനും? തീർച്ചയായിട്ടും. കാര്യം ഇതിൽ വളരെയധികം ടിഷ്യൂ കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള തന്നെ കാലസ് കൾച്ചർ, സെൽ സസ്പെൻഷൻ കൾച്ചർ, അങ്ങനെ കുറച്ച് ടെക്നിക്കുകളുണ്ട്. കാരണം സയൻസിൽ സെൽ തിയറി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്രയും ഭീമാകാരമായിട്ടൊരു രൂപത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു സിംഗിൾ സെല്ലിൽ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും അടങ്ങിയിട്ടുണ്ട്. അത് ഏതൊരു മനുഷ്യൻ്റെ ആയിരുന്നാലും സസ്യങ്ങളുടെ ആയാലും അങ്ങനെയാണ്. അപ്പോൾ ഈ കുർക്കുമ ലോങ്ക എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഒരു സെൽ കൾച്ചർ അവിടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ വെറുതെ പറയുന്നതല്ല, അങ്ങനെ പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ടിഷ്യൂവിൻ്റെ ഏത് പാർട്ടിൽ നിന്നും നമുക്കൊരു പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാമെന്ന് പറയുന്നത് പോലെ ആ പ്ലാന്റിൻ്റെ ആ ടിഷ്യൂ എന്ന് പറയുന്നത് സെല്ലുകളുടെ ഒരു കൂമ്പാരത്തിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. അത് ലീഫിൻ്റെ ഒരു പാർട്ടായിരുന്നാലും ഈ കുർക്കുമ ലോങ്ങയെ സംബന്ധിച്ച് അതിൻ്റെ കിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമായിരുന്നാലും അതിനെ ന്യൂട്രിയൻ മീഡിയത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹോർമോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നടന്ന് സെല്ലുകളുടെ ഒരു കൂമ്പാരം അവിടെ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലുകളെല്ലാം കൂമ്പാരമായിട്ടിങ്ങനെ കാണുന്നത് കൊണ്ട് അതിനെ കാലസ് എന്ന് പറയും. അപ്പോൾ ആ പ്ലാന്റിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം ഈ കാലസിലുണ്ട്. അപ്പോൾ കുർക്കുമ ലോങ്ങയുടെ കിഴങ്ങ് മാത്രമേ കുർക്കുമിൻ ഉൽപ്പാദിപ്പിക്കാവൂ എന്ന് ഒരിടത്തും പറയുന്നില്ല. അതേ മെഷീനറി നമുക്ക് ഈ പറഞ്ഞ കാലസ് കൾച്ചറിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാലസിനെ തന്നെ ഈ നേരത്തെ കാണിച്ച സോളിഡ് മീഡിയം അല്ലാതെ അഗാർ എന്ന് പറയുന്ന വസ്തു ചേർക്കാതെ ലിക്വിഡ് മീഡിയമായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഈ കാലസിനെ ലിക്വിഡ് മീഡിയത്തിലേക്ക് മാറ്റി അതിനൊരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്രതലത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കൂമ്പാരം കൂടിയിരിക്കുന്ന സെല്ലുകളെല്ലാം അവിടെ നിന്ന് വിട്ടുമാറി ആ മീഡിയത്തിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കും. അതിനെയാണ് സെൽ സസ്പെൻഷൻ കൾച്ചർ. സെല്ലുകളെ സസ്പെൻഡ് ചെയ്ത് വളർത്തുന്നത് കൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇൻഡിവിജ്വൽ സെൽസിനും ന്യൂട്രിയൻസ് കിട്ടുകയാണ്. അപ്പോൾ അത് കാരണം റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടക്കും. ഒരു 10-15 ദിവസത്തിനുള്ളിൽ സെൽ ബയോമാസ് അവിടെ കൂടും. അപ്പോൾ ആ സെൽ ബയോമാസിൽ നിന്നും നമുക്ക് ഈ കുർക്കുമിൻ എന്ന് പറയുന്ന സംഗതി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അത് അത്തരത്തിൽ ഉള്ള ഗവേഷണങ്ങൾ ഉണ്ട്. കുർക്കുമിൻ മാത്രമല്ല, മറ്റ് ചില കളറിങ് സബ്സ്റ്റൻസുകളുണ്ട്, ആൻതോസയാനിൻസ് എന്നൊക്കെ പറയുന്നത്, അതായത് ഒരു പിങ്ക് കളർ. അപ്പോൾ ചില ടാബ്ലറ്റൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് പിങ്ക്, യെല്ലോ കളറൊക്കെ കാണും. ചിലതിൽ സിന്തറ്റിക് ഡൈസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം ഡ്രഗ് ഫോർമുലേഷനിൽ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കെമിക്കൽ ഇൻറ്ററാക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ക്രോസിൻ പോലെയുള്ള ചില ടാബ്ലറ്റുകളുണ്ട്. അപ്പോൾ അതിലകത്ത് ഒരു പിങ്ക് കളറിലുള്ള സംഗതിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, അതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് ആ സംഗതി കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നാച്ചുറൽ ഡൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിൽ ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയെ നമുക്ക് വ്യാപകമായിട്ട് അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലേക്ക് വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞതുപോലെ നാച്ചുറലി ഒരു പ്ലാന്റിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഈൽഡ് അവിടെ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് കുറേ ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻറ്റ്സ് നടത്തേണ്ടതുണ്ട്. പക്ഷേ കൃത്യമായിട്ടൊരു മെൻറ്ററിങ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ. കാര്യം ഇന്ത്യയിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ മെഡിസിനൽ പ്ലാന്റ്സിൽ ആരും ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്തിട്ടില്ല.
പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് ചില ചെടികൾ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നവയുണ്ട്. ഇന്ത്യയിലെ ചെടികളിലെ ഒരു 20-30,000 ചെടികളിൽ 20-22,000 പ്ലാന്റ് സ്പീഷീസാണ് ഇന്ത്യയിൽ കാണുന്നത്. ലോകത്ത് കാണുന്ന മൊത്തം പ്ലാന്റ്സിൻ്റെ ഒരു 20-22%, 22,000 ഇന്ത്യയിൽ കാണുന്നത്. അതിലൊരു 7,000 പ്ലാന്റ്സ് കേരളത്തിൽ കാണുന്നുണ്ട്. അതിൽ തന്നെ ഒരു 2,000-ഓളം പ്ലാന്റ്സ് നമ്മുടെ ആയുർവേദ ഡ്രഗ് ഫോർമുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 200-ഓളം പ്ലാന്റ്സ് കൂടുതൽ ഡിമാൻഡുള്ളവയാണ്, എപ്പോഴും ആവശ്യമുള്ളവയാണ്. അപ്പോൾ അത്തരം ചെടികളുടെ ഒരു കൺസർവേഷൻ എന്ന് പറയുന്നതും അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും പരമ്പരാഗത രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് മാസ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അത്യാവശ്യമാണ്. അതിന് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നതിന് അപ്പുറം മറ്റൊരു ടെക്നിക്ക് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കിപ്പോൾ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ ഗവേഷണങ്ങളെല്ലാം നടക്കുന്നു. തൊട്ടടുത്ത ആയുർവേദ കോളേജുണ്ട്. പിന്നെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ നമുക്ക് ചെടികൾ എല്ലാത്തിൻ്റെയും കൺസർവേഷൻ നാച്ചുറലായിട്ടുള്ളതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെല്ലാം യോജിച്ച് ഇതൊക്കെ വിപുലീകരിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മൾട്ടി ഒരു മെയിൻ അംബ്രല്ല സ്ട്രീമിൽ ഒരു ഹബ്ബ് രൂപീകരിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഔട്ട്പുട്ട്, അതായത് ലോക നിലവാരത്തിലേക്കുള്ള, ഇപ്പോഴും ലോക നിലവാരത്തിലുള്ള ഗവേഷണങ്ങൾ തന്നെയാണ് നമ്മുടെ റിസർച്ച് സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. പക്ഷേ യോജിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ മെച്ചമായ ഒരു ഔട്ട്പുട്ട്, ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ഉളവാക്കാൻ പറ്റും. സയൻസിലേക്ക് കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. മാത്രമല്ല പുതിയ തൊഴിൽ സാധ്യതകൾ അതിനകത്ത് ആവശ്യത്തിനധികം ഉണ്ടാകുകയും ചെയ്യും. ഒരു വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം ഇതിൻ്റെ സൈഡിലൂടെ ഊർജിതമാകും. അങ്ങനെ പല തരത്തിലുള്ള ഡയമെൻഷനിലുള്ള ഒരു പുരോഗതി ഇത്തരം ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ സാധ്യമാകും. ഇതിനൊക്കെ ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എത്രമാത്രം പിന്തുണ നൽകുന്നുണ്ട്? കാരണം ഇപ്പം കൂടുതൽ സർക്കാരുകൾ ഫോക്കസ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ റിസർച്ചിനൊക്കെ ഉള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അതിന് സർക്കാരിന് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? കൃത്യമായിട്ടും ഫണ്ടിങ് പ്രോഗ്രാമുകൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നാലും ഫണ്ടിങ് ഏജൻസീസ് വഴി ഫണ്ടിങ് നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് പുതിയ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, പ്രോഡക്റ്റൈസേഷൻ ലെവൽ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന് പറയുന്ന ഏരിയയിലാണ് കൂടുതൽ ഒരു ഫണ്ടിങ് ഇപ്പോഴത്തെ കാലത്ത് ഉള്ളത്. ഇപ്പോൾ DST പോലെയുള്ള ഏജൻസീസ് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ വിമൻ കാൻഡിഡേറ്റ്സിന് പ്രത്യേകം തന്നെ അവർ ഇത് ഉണ്ട്. കൃത്യമായിട്ടുള്ള പ്രപ്പോസലും, അതായത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലും ഇതുപോലെ സ്റ്റാർട്ടപ്പ് സാധ്യതകളുമുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടാറുണ്ട്. ഫണ്ടിങ് ഒരു പരിമിതിയല്ല, നിലവിൽ ഫണ്ടിങ് പരിമിതിയല്ല. ഫണ്ടിങ് പ്രോഗ്രാമുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിലും ഫണ്ടിങ് കൊണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ചിനാണ് കൂടുതൽ ഫോക്കസിങ് ഉള്ളത്. അപ്പോൾ അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള സഹകരണത്തിന് ഉള്ള ആ എൻവയോൺമെൻറ്റ് നമുക്കുണ്ടോ? ഇപ്പോൾ സഹകരണത്തിലുള്ള എൻവയോൺമെൻറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഹെർബൽ ടീയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോദിക്കും, വിഷപ്പച്ചിലയിൽ നിന്ന് ഹെർബൽ ടീ. അതെ, അത് തായ്ലാൻഡിൽ ആണ് അത് പ്ലാന്റ്. വിഷപ്പച്ചില എന്നാണ് മലയാളത്തിൽ അതിനെ അറിയപ്പെടുന്നതെങ്കിലും ക്ലൈനാകാന്തസ് ന്യൂട്ടൻസ് എന്നാണ് എൻ്റെ ബൊട്ടാണിക്കൽ നെയിം. അപ്പോൾ അത് നമ്മുടെ കനകാംബരം വരുന്ന ആ ചെടിയുടെ കുടുംബമാണ്, അക്കാന്തേസി എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ കേരളത്തിലുണ്ട്. പ്ലാന്റ്സിൻ്റെ ഒരു ഒറിജിൻ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ചെടികൾ അതിൻ്റെ തുടക്കം ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിലായിരിക്കില്ല, മറ്റേതെങ്കിലും കോണ്ടിനെൻസ് ആയിരിക്കും. ഈ വിഷപ്പച്ചിലയെ സംബന്ധിച്ച് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, പ്ലാന്റിൻ്റെ ഒറിജിൻ എവിടെയാണോ ആ പ്ലാന്റ് ആദ്യം കണ്ടത്, അതിനാണ് ഒറിജിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് തായ്ലാൻഡ് ആയതുകൊണ്ടും ആ പ്ലാന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പബ്ലിക്കേഷൻസ് മുഴുവനും തായ്ലാൻഡിൽ നിന്നായതുകൊണ്ട് ഇതിനെ ഇന്ത്യയിൽ ഇത് സുലഭമാണെങ്കിലും ഇതിനെ ഒരു എക്സോട്ടിക് സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഇൻഡിജീനസ് അല്ല, നമ്മുടെ തനതായിട്ടുള്ള ചെടികളല്ല. അതേസമയം മഞ്ഞൾ പോലെയുള്ള ചെടികളെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഉള്ള ചെടികൾ, ഇൻഡിജീനസ് പ്ലാന്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു എക്സോട്ടിക് ബിഹേവിയർ പ്ലാന്റിന് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കാരണം നമ്മുടെ ഒരു പേറ്റൻറ്റിങ് ലെവലിലേക്കൊക്കെ പോയപ്പോൾ നമുക്കതിൽ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടായി.
അപ്പോൾ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, ഒരു കേന്ദ്ര ഫണ്ടിങ് ഉള്ള ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ആലോചിച്ചു. അപ്പോൾ അവർ പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്താൽ മതി, അവർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തോളാം എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിച്ച കുട്ടികളുടെ ഒരു എന്താ പറയേണ്ടത്, മെച്ചം കിട്ടുന്നില്ല. ടെക്നോളജി ട്രാൻസ്ഫർ നമുക്കിപ്പോൾ പരിമിതികളുള്ളത് കാരണം തീർച്ചയായിട്ടും ആ രീതിയിലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ചില പരിമിതികൾ ഇത്തരം കാര്യങ്ങളിലുണ്ട്. ആയുർവേദ കോളേജുമായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റില്ലേ? ഇതൊരു നമ്മുടെ ഹെർബൽ ടീ എന്ന് പറയുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് പൊതുവിൽ വരുന്നത്. അപ്പോൾ ഫുഡ് സപ്ലിമെൻ്റ് ആണെങ്കിൽ അതിന് FSSAI മാർക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ പോയപ്പോഴും ഇൻഡിജീനസ് അല്ലാത്തത് കൊണ്ട് സർട്ടിഫിക്കേഷൻ തരാൻ അത് പ്ലാൻസ്, അതായത് അവരുടെ പ്ലാൻസിനൊരു ലിസ്റ്റുണ്ട്, സർട്ടിഫൈഡ് പ്ലാൻസിൻ്റെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഈ ചെടി ഇല്ല. അങ്ങനെ ഒരു 100-170ഓളം പ്ലാൻസ് ആ സർട്ടിഫൈഡ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ വരുന്ന ഏതെങ്കിലും പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്ട്സിനെ നോർമൽ ഒരു പ്രോപ്പർ വേയിൽ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇതിലെല്ലാം ഒരു ആശ്ചര്യജനകമായിട്ട് തോന്നിയത്, ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഫാർമ കമ്പനി ഇതേ പ്ലാന്റ്, ഇതിൻ്റെ തന്നെ ഹെർബൽ പ്രോഡക്റ്റ് അവർ മാർക്കറ്റൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത് സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഈ FSSAIക്ക് ഒരു ലൈസൻസിങ് ഉണ്ടല്ലോ, അതാണ് അവർ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ അല്ല. നമ്മൾ നോക്കും സർട്ടിഫിക്കേഷനിൽ FSSAI ഉണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. അതിൻ്റെ ബാക്കി ഡിജിറ്റ്സൊക്കെ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും സാമാന്യ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഇല്ലാത്തത് കാരണം കൊണ്ട് അത് വലിയൊരു പ്രശ്നമില്ല. അപ്പം നമുക്ക് അങ്ങനെ ചില പരിമിതികൾ വന്നു. അപ്പോൾ തുടക്കത്തിൽ ഉള്ള ആ ഒരു പ്ലാന്റിന്, അതായത് ഔഷധ നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ട്, പക്ഷേ ഇതൊരു ഹെർബൽ ടീ ഫുഡ് കാറ്റഗറിയിൽ വരുമ്പോഴാണ് പ്രശ്നം. ഔഷധ നിർമ്മാണത്തിനും ലൈസൻസിങ് കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് അത് എങ്ങനെയാണെന്നുള്ള കാര്യം. പക്ഷേ ഇന്ത്യയിലെ ഒരു ലീഡിങ് ഫാർമ കമ്പനിയാണ്. അവർ 1 കിലോയ്ക്ക് 500 രൂപ, അറൗണ്ട് 500 rupees ആ ഒരു റേറ്റിലാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ വിഷപ്പച്ചില്ല എന്നാണ്, അപ്പോൾ പോയിസണസ് ആണോ എന്ന് സംശയം തോന്നുന്നു. പ്ലാന്റിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി വെനമസ് പ്ലാന്റ് ആണ്. അതായത് സ്നേക്ക് ബൈറ്റിനാണ് അവിടുത്തെ ട്രഡീഷണൽ ഹീലേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇല അരച്ച് അതിനെ ഒരു ഫോർമുലേഷനിലൊക്കെ ആക്കി തായ്ലാൻഡിലുള്ള ട്രഡീഷണൽ ഹീലിംഗ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെയും ചില നാട്ടുവൈദ്യന്മാർ ഇതിനെ വിഷപ്പച്ചില കൊണ്ട് പാമ്പ് കടി വിഷമൊക്കെ അത് ചികിത്സ ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല ഈ പ്ലാന്റിൽ ഈ ആൻറ്റി വെനമസ് പ്രോപ്പർട്ടിയേക്കാളും ആൾക്കാരത് ഹെർബൽ ടീ ആയിട്ട് ഉപയോഗിക്കാൻ കാരണം അത് ആൻറ്റി ക്യാൻസറസ് ആണ്. അതിനകത്ത് ലുപ്യോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. ഈ ലുപ്യോളിന് ഇഷ്ടം പോലെ മെഡിസിനൽ പൊട്ടൻഷ്യലുള്ള സാധനമാണ്. ആൻറ്റി ക്യാൻസറസ് ആണ്. അതുപോലെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും അതിനകത്തുള്ളത് കാരണം അതൊരു ഹെർബൽ ടീ ആയിട്ട് റെഗുലറായിട്ട് കൺസ്യൂം ചെയ്തപ്പോൾ ക്യാൻസർ റേറ്റ് കുറയുന്നു എന്നൊക്കെയാണ് അവിടുത്തെ സ്റ്റഡീസ് റിവീൽ ചെയ്യുന്നത്. തായ്ലാൻഡിലെ. അപ്പോൾ ഏജൻസി എന്നോട് ആവശ്യപ്പെട്ടത് ഇന്ത്യയിലുള്ള ഒരു പബ്ലിക്കേഷനെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ഇന്ത്യയിലെ പ്ലാന്റ് ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ബേസ് കിട്ടും, അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യാമെന്നാണ്. പക്ഷേ നിലവിലില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു പബ്ലിക്കേഷൻ വന്നാൽ മാത്രമേ അത്തരം ഒരു സാധ്യത വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങൾ തുടരുന്നുണ്ടോ? നടക്കുന്നുണ്ട്. ഈ കച്ചോലത്തിൻ്റെ കിഴങ്ങിനുള്ളിൽ കാണപ്പെടുന്ന ഉപകാരപ്രദമായ ബാക്ടീരിയകളെക്കുറിച്ച് ഒരു കണ്ടെത്തൽ നടത്തിയല്ലോ. അപ്പോൾ അതുപയോഗിച്ച് ഇഞ്ചി, മഞ്ഞൾ കൃഷിയൊക്കെ ഹൈടെക് ആക്കാനുമൊക്കെ ഉപകരിക്കുന്നു. അതെങ്ങനെയാണ്? കച്ചോലം മാത്രമല്ല, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലുള്ള മറ്റ് സിഞ്ചിബേഴ്സ്, അതായത് ഈ ഇഞ്ചി ആയിരുന്നാലും മഞ്ഞളായിരുന്നാലും അതിൻ്റെ കിഴങ്ങിനുള്ളിൽ ബാക്ടീരിയ, ഫംഗസുകളെല്ലാം ഉണ്ട്. ഇതൊരു സഹവർത്തിത്വം പോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ മൈക്രോബ്സ് ഒക്കെ ഉള്ളതുപോലെ പ്ലാന്റിലും മൈക്രോബ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ എൻഡോഫൈറ്റിക് മൈക്രോബിയൽ ഓർഗാനിസം, അതായത് പ്ലാന്റിൻ്റെ ഉള്ളിലെ ഫൈറ്റ പ്ലാന്റ്സ്. അപ്പോൾ ആ എൻഡോഫൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ, അതുപോലെ ചില ഫംഗസ് എല്ലാം പ്ലാന്റ് ഗ്രോത്തിനെ അവ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുന്നില്ല, അതായത് നശിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവയ്ക്കൊപ്പം പ്ലാന്റിന് വളരാൻ പറ്റുന്നത്. അപ്പോൾ ഈ കച്ചോലത്തിൻ്റെ അത് നമ്മൾ ഇതിന് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കച്ചോലം ടിഷ്യൂ കൾച്ചർ ചെയ്തപ്പോൾ ഉള്ളിലുള്ള ബാക്ടീരിയ ഈ മീഡിയത്തിലേക്ക് അത് ഇറങ്ങി ബാക്ടീരിയ കോളനി ഒരു മാതിരി വൈറ്റ്, ഒരു ഓയിലി ആയിട്ടുള്ള ഒരു
അപ്പിയറൻസ് അതിന് വന്നു. അന്നേരം നമുക്കത് മനസ്സിലാവും ഒരു ഒപ്പേക്കായിട്ടുള്ള ഒരു കോളനി എന്തോ ബാക്ടീരിയ ആണെന്നുള്ള കാര്യം. ബാക്ടീരിയ ഫംഗസ് നമുക്ക് അതിൻ്റെ കൾച്ചർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് ആ ബാക്ടീരിയ എന്താണെന്ന് ബാക്ടീരിയ മാത്രം വേറെ ബാക്ടീരിയ വളരാനുള്ള മീഡിയം ഉണ്ടാക്കി അതിനകത്തേക്ക് കൾച്ചർ ചെയ്ത് അതിൻ്റെ DNA ഐസൊലേഷൻ നടത്തി അതിൽ ജീൻ ഏതൊക്കെയാണെന്നുള്ള കാര്യം കണ്ടു. കാര്യം ബാക്ടീരിയ നമുക്ക് പ്രത്യേകിച്ച് രൂപമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ജീൻ സീക്വൻസിങ് വഴി അത് ഏത് ബാക്ടീരിയ ആണെന്നുള്ള കാര്യം ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ DNA സീക്വൻസിങ് ചെയ്ത് അതിൻ്റെ ജീനോം സീക്വൻസിങ് ചെയ്തിട്ട് അത് ബാസില്ലസ് ലൈക്കനിഫോർമിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അത് മിക്കവാറും കോമൺ ആയിട്ട് കാണുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാസില്ലസ് ലൈക്കനിഫോർമിസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് മുൻപ് മറ്റ് ഗവേഷകർ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നെല്ലാം അത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉള്ള ഒരു ബയോ ഫെർട്ടിലൈസർ ഉണ്ട്. അത് പിന്നെ മറ്റ് ചില ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫെർട്ടിലൈസറിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ബയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇത് എവിടെ വരെ എത്തി ഗവേഷണം? ഇതിപ്പം ഈ ഇഞ്ചി മഞ്ഞൾ കൃഷിയൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇത് ഇതിന് പ്ലാൻ ഗ്രോത്ത് എബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കുറേ അനാലിസിസുകളുണ്ട്. അപ്പോൾ ഇത് പ്ലാൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കൂടുതൽ ഉൽപാദനശേഷി കൈവരിക്കാൻ സാധിക്കും. ആ ഒരു ഇതിൻ്റെ ഈൽഡ് അനാലിസിസിലേക്കുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് ഗ്രോത്ത് പ്രൊമോഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ണിനടിയിൽ കാണുന്ന കിഴങ്ങുകൾക്ക് സമാനമായവ ലാബിൽ വികസിപ്പിക്കുന്ന ഈ മൈക്രോ റൈസോം ഉപയോഗിച്ച് അതെങ്ങനെയാണ്? അത് പ്രത്യേകിച്ചും മൈക്രോ റൈസോം ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബേസിക്കലി നമ്മളെല്ലാ ടെക്നിക്സിനും പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമെങ്കിലും ഹെയറി റൂട്ട് അതിലൊരു ടെക്നിക്കായിരുന്നു. കാലസ് കൾച്ചർ, സെൽ സസ്പെൻഷൻ കൾച്ചർ, ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ മൈക്രോ റൈസോം ഇൻഡക്ഷൻ. അത് മൈക്രോ റൈസോം എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, പുറത്ത് കാണുന്ന റൈസോമിനെ മൈക്രോ എൻവയോൺമെൻറ്റിൽ, അതായത് ഒരു കൾച്ചർ ബോട്ടിലിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിനുള്ളിലോ എല്ലാ കണ്ടീഷൻസും ആർട്ടിഫിഷ്യലി കൊടുത്തു കഴിയുമ്പോൾ അതിനെ നമ്മൾ മൈക്രോ കണ്ടീഷൻ എന്ന് പറയും. റൈസോം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസോം സയൻറ്റിഫിക്കലി അതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെയാണ് റൈസോം. അതായത് ഒരു ചെടി മുകളിൽ നിൽക്കുന്ന സ്റ്റെമ്മ് മണ്ണിൻ്റെ അടിയിൽ കുഴിഞ്ഞ് കാണപ്പെടുന്നു. അതാണ് അതിൻ്റെ റൈസോം എന്ന് പറയുന്നത്. അത് ഇഞ്ചിയുടെ കിഴങ്ങ്, മഞ്ഞളിൻ്റെ കിഴങ്ങ്, ഇതെല്ലാം റൈസോമുകളാണ്. ലീഫ് മാത്രമാണ്, അതിൻ്റെ ഇലകൾ മാത്രമാണ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്റ്റെമ്മ് കിഴങ്ങായിട്ട് മാറുന്നതിനെല്ലാം നമ്മൾ റൈസോം എന്ന്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം ഈ മണ്ണിനടിയിൽ കാണുന്നത് റൈസോമാണ്. ഉരുളക്കിഴങ്ങിൽ അത് പിന്നെ സ്റ്റെം ട്യൂബേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ടെക്നിക്കലി മലയാളത്തിൽ എല്ലാത്തിനെയും കിഴങ്ങെന്ന് പറയുമെങ്കിലും സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുമ്പോൾ ഏത് പാർട്ടാണ് ഈ കിഴങ്ങായി മാറിയത് അതനുസരിച്ച് പ്രത്യേകം പേരുകളുണ്ട്. ഇഞ്ചി മഞ്ഞളൊക്കെ സ്റ്റെമ്മ് തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ അതേസമയം കപ്പയൊക്കെ വേരാണ് കിഴങ്ങായി മാറുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ ഈ ഗവേഷണം എങ്ങനെയാണ്? മൈക്രോ റൈസോം ഇൻഡക്ഷൻ ചെയ്തത് നമ്മുടെ കച്ചോലം ആ പ്ലാന്റിലാണ്. അതൊരു PhD സ്റ്റുഡൻറ്റിൻ്റെ വർക്കിൻ്റെ ഭാഗമായിരുന്നു. കച്ചോലത്തിൻ്റെ കിഴങ്ങ് കണ്ടിട്ടുള്ളവർക്കറിയാം. അതേപോലെയുള്ള കിഴങ്ങുകൾ ടിഷ്യൂ കൾച്ചർ ബോട്ടിൽ മീഡിയത്തിൻ്റെ അടിയിൽ തന്നെ കിഴങ്ങുകൾ കാണാൻ പറ്റുന്നത് കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കിഴങ്ങുകൾ ഉദ്ദേശിക്കുന്നത് ചെടികളുടെ സ്റ്റോറേജ് ഓർഗൻസാണ്. അവ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെയൊക്കെ സംഭരിച്ച് വയ്ക്കുന്നത് കിഴങ്ങുകളിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെടികളിൽ ഇത്തരത്തിൽ കിഴങ്ങുകൾ ഉണ്ടാകുന്നത്? അതിന് കാരണമായിട്ടുള്ള വസ്തുക്കൾ മീഡിയത്തിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞല്ലോ, കാർബോഹൈഡ്രേറ്റാണ് അവിടെ സംഭരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിനോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് എക്സ്ട്രാ കൊടുക്കും. സാധാരണ നോർമലി ഒരു കാർബോഹൈഡ്രേറ്റ് സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ സുക്രോസ്, മാനിറ്റോൾ എന്നൊക്കെ പറയുന്ന കുറേ വസ്തുക്കളുണ്ട്. പിന്നെ ചെടി വളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗ്രോത്ത് റിട്ടാർഡൻസ് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതെല്ലാം കിഴങ്ങ് ഉണ്ടാകാൻ വേണ്ടി കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ള ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തപ്പോൾ കച്ചോലത്തിൽ കിഴങ്ങുകൾ രൂപപ്പെട്ടു. ഇത് കച്ചോലത്തിലെ ആദ്യത്തെ ഒരു സംഗതിയാണ്. പക്ഷേ ഈ ഇഞ്ചി മഞ്ഞളിലെല്ലാം മൈക്രോ റൈസോംസ് കൾച്ചർ ബോട്ടിലിൽ തന്നെ, അതായത് കുഞ്ഞ് ഇഞ്ചിയും കുഞ്ഞ് കിഴങ്ങ് ഈ പറഞ്ഞ മഞ്ഞളും എല്ലാം
മീഡിയത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ മീഡിയത്തിനുള്ളിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. കർഷകർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം, നമുക്ക് ഈ ടിഷ്യൂ കൾച്ചറിലൂടെ ഉണ്ടാക്കിയെടുത്ത മൈക്രോ റൈസോം എല്ലാം ഒരേ പ്രായത്തിലുള്ളവയാണ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, വാഴയുടെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം യൂണിഫോം പ്ലാന്റ്സ് ആണ്. ജനറ്റിക്കലി യൂണിഫോം ആൻഡ് ഫിസിയോളജിക്കലി യൂണിഫോം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ജനറ്റിക്കലി യൂണിഫോം ആയതുകൊണ്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരേപോലെയുള്ള, ഒരേ ഗുണങ്ങളുള്ള, ഒരേ കണക്കിലുള്ള, ഒരേ പ്രായത്തിലുള്ള കിഴങ്ങുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കർഷകരിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഹാർവസ്റ്റിങ്ങിൽ കൂടുതൽ ഈൽഡ് കിട്ടുകയും അത് അവർക്ക് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിക്കും. ഇഞ്ചിയിലൊക്കെ അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തതായിട്ട് ചില പേപ്പർ ന്യൂസുകളിലൊക്കെ ഞാൻ വായിച്ചായിരുന്നു. അത് ഈ ഇടുക്കി ഭാഗത്തുള്ള കൃഷി വകുപ്പ് അതിന് അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഹൈടെക് കൃഷി രീതികൾ നമ്മുടെ ഒരു ഗവൺമെൻറ് തലത്തിൽ പരീക്ഷിക്കുമ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ അവിടെ പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അഗസ്ത്യമലയിൽ നിന്ന് പുതിയൊരു സസ്യത്തെ കണ്ടെത്തിയല്ലോ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പിന്നെ തന്നെയല്ല, നമ്മളൊരു ഇതെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഈ ലോകത്ത് ഇത്രയും സ്പീഷീസ് ഉള്ളപ്പോൾ ഇത് പുതിയതായിട്ടാണ്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത സസ്യമാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ എങ്ങനെയാണ്? അഗസ്ത്യമലയിൽ നിന്നുള്ള പ്ലാന്റ് സ്പീഷീസ് ഫിംബ്രി സ്റ്റൈലിസ് അഗസ്ത്യമലയൻസിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് പുതിയതായി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തലക്കെട്ടിലാണ് ഒരു ന്യൂസ് വന്നത്. അത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമായിരുന്നു. പുള്ളിക്കാരി PhD ചെയ്തത് ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിലായിരുന്നു. അപ്പോൾ അവിടെ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് അവിടെ അവൈൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ മെൻറ്റർഷിപ്പിൽ യൂണിവേഴ്സിറ്റി കോളേജിലാണ് വർക്ക് നടന്നത്. അത് പിന്നെ ഒരു പുൽച്ചെടിയാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പുൽച്ചെടി എന്നാണ് മലയാളത്തിൽ അതിനെ പറയുന്നത്. പുല്ല് തന്നെ 2 കുടുംബങ്ങളിലുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ പൊതുവിൽ പുൽച്ചെടികൾ എന്ന് പറയുന്നത്. അത് പോയേസേ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്, സൈപ്പറേസി എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. അതിൽ പോയേസയിൽ വരുന്നവയാണ് സാധാരണ പുല്ല്, കറുകപ്പുല്ല്, അതുപോലെ അങ്ങനെയുള്ള സാധാരണ പുല്ലുകൾ. സൈപ്പറേസി എന്ന് പറയുന്ന മറ്റൊരു ഫാമിലി കൂടെയുണ്ട്. കണ്ടാൽ പുല്ല് പോലെയൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ കുറേ കൂടി വ്യക്തമായിട്ട് നമ്മൾ അവയെ പരിശോധിക്കുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോയേസി ആണോ സൈപ്പറേസി ആണോ എന്നുള്ള കാര്യം നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഫിംബ്രി സ്റ്റൈലിസ് എന്ന് പറയുന്ന പ്ലാന്റിനെ സംബന്ധിച്ച് അത് സൈപ്പറേസിയുടെ കുടുംബമാണ്. പൊന്മുടി, അതായത് അഗസ്ത്യമല ബയോ റിസർവിൽ വരുന്ന പൊന്മുടി ഏരിയയിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത്. അവിടെ ഫ്ലോറ പരിശോധിച്ചപ്പോൾ, അടുത്ത ചെടികളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ഫിംബ്രി സ്റ്റൈലിസിൻ്റെ ക്യാരക്ടേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ അതായത് സൈപ്പറേസിയിലെ എല്ലാ മെമ്പേഴ്സും നമ്മുടെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ ഫിംബ്രി സ്റ്റൈലിസ്, അതുപോലെ സൈപ്പറസ് എന്നൊക്കെ പറയുന്ന സൈപ്പറേസിലെ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആയിരുന്നു ആ കുട്ടി ചെയ്തത്. അപ്പോൾ ഈ ഫിംബ്രി സ്റ്റൈലിസിന് കിട്ടിയ ആ സ്പീഷീസ് ഫിംബ്രി സ്റ്റൈലിസിലെ വേറെ ഇഷ്ടംപോലെ സ്പീഷീസുകളുണ്ട്, അതിൻ്റെ ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ വ്യത്യാസം ഉള്ളതായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് ഇതൊരു പുതിയ സ്പീഷീസ് ആകാമെന്നുള്ള ഒരു ധാരണയിലെത്തി. അത് ഉറപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിലെ മറ്റ് സ്പീഷീസുകളെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സുമായിട്ടൊരു താരതമ്യം ആവശ്യമാണ്. അതിന് പുറമെ ഇതിൻ്റെ ഹെർബേറിയം ഉണ്ട്. അത് നമ്മുടെ പ്ലാന്റ് സ്റ്റഡീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റെഫറൻസ് ഹെർബേറിയം എന്ന് പറയാറുണ്ട്. അതായത് പ്ലാന്റ്സിനെ ഉണക്കി ഒരു പ്രത്യേക പേപ്പർ ഷീറ്റിൽ ഒട്ടിച്ച് അതിനെ സൂക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ 1850കളിലെ ഹെർബേറിയം ശേഖരം വരെയുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ള, അതായത് എന്നാൽ ഡാമേജ് ഒന്നും അവയ്ക്ക് ഡാമേജ് പറ്റാത്ത രീതിയിൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് അതിനെ സംരക്ഷിച്ച് തന്നെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ഹെർബേറിയം ശേഖരങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ വളരെയധികം കളക്ഷനുള്ള ഒരു ഹെർബേറിയമാണ് ഈ UK-യിലെ ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കളക്ഷൻസ്. അവിടെ ലോകത്ത് എവിടെയൊക്കെ ചെടികളുണ്ടോ അവിടെയൊക്കെയുള്ള മിക്കവാറും കാര്യം ഒരു ഹെർബേറിയം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൊരു കോപ്പി ഈ ക്യൂ ഗാർഡൻസ്, അതായത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെർബേറിയത്തിൽ നിക്ഷേപിക്കണം എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അതിൽ ഈ ഫിംബ്രി സ്റ്റൈലിസ് എന്ന് പറയുന്ന ജീനസിൽ മറ്റ് സ്പീഷീസുമായിട്ടൊക്കെ കമ്പാരിസൺ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല.
ഹെർബേറിയം ഇൻറ്റൻറ്റ് ചെയ്യാം. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഡിമാൻഡ് ചെയ്ത് അവർ ഡിജിറ്റൽ ഹെർബേറിയം നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാരക്ടേഴ്സ് എത്രമാത്രം റെസൊല്യൂഷൻ വേണമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ പിക്ചേഴ്സ് നമുക്ക് ഇവിടേക്ക് അയച്ചു തരും. അതങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് മറ്റ് സ്പീഷീസുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല, ഇതൊരു പുതിയ സ്പീഷീസാണ്. ഇനി ഇത് കുറേ കൂടി ഉറപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ജനറ്റിക് അനാലിസിസ്, അതായത് എന്തൊക്കെ ഈ പറഞ്ഞ മോർഫോളജിയിലുള്ള വ്യത്യാസം, പ്ലാന്റിൻ്റെ അപ്പിയറൻസിലുള്ള വ്യത്യാസമെല്ലാം എൻവയോൺമെൻറ്റിനനുസരിച്ച് ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരു ബൊഗൈൻ വില്ലയുടെ കളറല്ല നമ്മളൊരു വയനാട് പോകുമ്പോഴത്തേക്കും ബൊഗൈൻ വില്ലയുടെ കളർ എന്ന് പറയുന്നത്. എന്ന് കരുതി അതൊരു പുതിയ സ്പീഷീസ് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. പക്ഷേ എൻവയോൺമെൻറ്റിലൊന്നും വ്യത്യാസങ്ങൾ വരാത്ത ഒരേ ഒരു സംഗതിയേ ഉള്ളൂ, അത് ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനറ്റിക് അനാലിസിസ് ചെയ്യുമ്പോൾ മറ്റ് സ്പീഷീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ആ ഒരു വ്യത്യാസം അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും ഇതൊരു പുതിയ പ്ലാന്റ് സ്പീഷീസാണെന്ന്. പക്ഷേ ആ ലെവലിലേക്കുള്ള വർക്കുകളാണോ ഈ പുതിയ സസ്യങ്ങളെ കണ്ടെത്തുമ്പോൾ നടത്തുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാര്യം മിക്കവാറും ചെടികളെല്ലാം ഇക്കോളജിക്കൽ വേരിയേഷൻസ് ആണ്, ആ പരിസ്ഥിതിയിലെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ് കൂടുതലായിട്ട് അവിടെ പ്രകടമാകുന്നത്. ഒരു ജനറ്റിക് അനാലിസിസിലൂടെ മാത്രമേ അവ ഒരു പുതിയ സ്പീഷീസാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാനാവുകയുള്ളൂ. പിംബ്രിസ്റ്റൈലിസിനെ സംബന്ധിച്ച് അത്തരം സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അത് പിന്നെ ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, ഒരു പ്ലാന്റ് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിലാണ് അത്തരം സ്റ്റഡീസ് വരുന്നത്. അത് ഡോക്ടർ വിജിയുടെ കോൺട്രിബ്യൂഷനാണ്. ഇപ്പോൾ ഒരു ഇക്ബാൽ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഡോക്ടർ വിജി. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട സസ്യങ്ങളുടെ ഒരു കൺസർവേറ്ററി സ്ഥാപിച്ചല്ലോ. അപ്പം വംശനാശ ഭീഷണി നേരിടുന്ന എത്ര തരം സസ്യങ്ങൾ ഇപ്പോൾ ആ ഒരു കൺസർവേറ്ററിയിലുണ്ട്? ഇപ്പോൾ ആ കൺസർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഏതാണ്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഇനാഗുറേഷനൊക്കെ ഷോർട്ട് നോട്ടീസിലുണ്ട്. അത് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ഒരു ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഒരു എക്സിറ്റു കൺസർവേറ്ററി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴി സസ്യങ്ങളെ സംരക്ഷിക്കാമെന്ന് നമ്മൾ പറയുന്നു. അതൊരു എക്സിറ്റു കൺസർവേറ്ററിയാണ്. എക്സിറ്റു എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കാണ്. അതായത് ഔട്ട്സൈഡ് ദി നാച്ചുറൽ സോഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് വംശനാശ ഭീഷണി നേരിട്ട സസ്യം എവിടെയാണോ നിൽക്കുന്നത് അതേ ലൊക്കാലിറ്റിയിൽ കൺസർവ് ചെയ്യുമ്പോൾ അതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്നും, ആ ലൊക്കാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി ടിഷ്യൂ കൾച്ചർ ലാബിൽ കൊണ്ടുപോയി കൺസർവ് ചെയ്താലും ഇതുപോലെ പ്രത്യേകം ഒരു മിസ്റ്റ് ചേമ്പറൊക്കെ ഉണ്ടാക്കി അവിടെ കൺസർവ് ചെയ്തിരുന്നാൽ അതിനെ എക്സിറ്റു കൺസർവേറ്ററി എന്നാണ് പറയുന്നത്. നമ്മുടെ കൺസർവേറ്ററിയിൽ ഒരു 10ഓളം പ്ലാന്റ് സ്പീഷീസ് ഈ IUCNൽ അത് റെഡ് ഡേറ്റ ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു 10 സ്പീഷീസുകളുടെ തൈകളാണ് അവിടെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ നഴ്സറിയുമായിട്ട് സഹകരിച്ചാണ്, അതുപോലെ KFRAയുടെ നഴ്സറിയായിട്ട് സഹകരിച്ചാണ് നമ്മുടെ ആ ഒരു തൈ നിർമ്മാണം നമ്മൾ പ്രാവർത്തികമാക്കിയത്. ആ തൈകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി നടുന്ന ഒരു പ്രക്രിയ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് എപ്പോഴും ആ കൺസർവേറ്ററിയിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല, ചെടികൾ വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പോപ്പുലേഷൻ കൂട്ടുക എന്നുള്ള ഒരു അർത്ഥത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയി നടുന്ന ഒരു പ്രക്രിയ കൂടി നമ്മൾ ഇതോടൊപ്പം ചെന്ന് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ സംസ്ഥാനതല പരിപാടികൾ ഹരിത കേരളം മിഷൻ്റെ സഹായത്തോടു കൂടി ക്ലിഫ് ഹൗസിൽ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഒരു തൈ നട്ടിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ബുക്ക്നാനിയ ബാർബറി എന്ന് പറയുന്ന, അതായത് മലമാവ് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ തൈയാണ് അദ്ദേഹം അവിടെ നട്ടത്. ആ ഒരു പ്ലാന്റിനും വളരെ പ്രത്യേകതയുള്ള ഒരു പ്ലാന്റാണ്. ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, അതോടൊപ്പം തന്നെ എൻഡമിക് ആണ്. അതായത് ഈ പ്ലാന്റ് ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ല. തിരുവനന്തപുരത്ത് പാലോട് കാണുന്ന കുറച്ച് പോപ്പുലേഷൻ മാത്രമേ ലോകത്ത് ഈ ചെടി ഉണ്ടെന്ന് അവകാശപ്പെടാനുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ചെടികളുടെ ഒരു കൺസർവേറ്ററിയാണ് അവിടെ ഉള്ളത്. ഹരിത കേരളം മിഷൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ ഒരു നടീൽ പ്രക്രിയകൾ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു കൺസർവേറ്ററിയിൽ കുറച്ച് ഓർക്കിഡ് സ്പീഷീസ് ഉണ്ട്, കുറച്ച് ട്രീ സ്പീഷീസ് ഉണ്ട്, പിന്നെ ഈ ഒരു മിസ്റ്റ് ചേമ്പർ. കാരണം ഈ ചെടികളെല്ലാം എവർഗ്രീൻ എന്ന് പറയുന്ന ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ കാണുന്ന ചെടികളാണ്. അപ്പോൾ
അറിയാമല്ലോ എവർഗ്രീൻ ആകുമ്പോൾ എപ്പോഴും മഴ കിട്ടുന്ന ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം ദിവസേന 2 നേരമെങ്കിലും നന്നായിട്ട് വെള്ളം കൊടുക്കുന്ന രീതിയിലുള്ള കമ്പോണൻസൊക്കെ അതിനകത്ത് ഉണ്ടാക്കിയ രീതിയിലുള്ള ഒരു മിസ്റ്റ് ഹൗസാണ് അതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ആ ഒരു ആർട്ടിഫിഷ്യൽ ക്ലൈമറ്റിൽ കുറച്ച് നാൾ അതിനെ സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ എത്രയും പെട്ടെന്ന് അതിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയി നടേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൺസർവേറ്ററിയാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ മറ്റു സ്ഥലത്ത് നടുമ്പോഴും ഇതേപോലത്തെ കണ്ടീഷൻസ് കൊടുക്കണോ? 2 നേരം നനയ്ക്കുക അങ്ങനെ? നന്നായിട്ട് തുടക്കത്തിൽ നന്നായിട്ടൊരു പരിപാലനം ആവശ്യമാണ്. പിന്നീട് അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡൊക്കെ എത്തുമ്പോൾ, അതായത് നമുക്ക് പരിപാലിക്കുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം നോർമൽ കാലാവസ്ഥയിൽ അത് സാധാരണഗതിയിൽ ജീവിച്ചോളും. അത്തരത്തിലുള്ള ചെടികൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. കാര്യം നമ്മൾ എടുത്തിട്ട് അതേ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടില്ല എങ്കിൽ അവ നശിച്ചു പോകാനിടയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലും എവർഗ്രീൻ അല്ല എങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികളെയാണ് ടാർഗറ്റ് ചെയ്ത് ഒരു പ്രൊപ്പോസൽ അവിടെ കൊടുത്തത്. ഈ സ്പേസ് ബോട്ടണിയിലും റിസർച്ച് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ രാജീവ് ഇപ്പോൾ ഗഗൻയാന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ ബഹിരാകാശ പര്യവേഷണ സമയത്ത് അവിടെ ഈ വിത്തുകൾ മുളപ്പിക്കാനും ചെടികൾ വളർത്താനും സ്പേസിൽ, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന റിസർച്ചും ചെയ്തിട്ടുണ്ടല്ലോ. അത് കൂടി വിശദീകരിക്കുക. അതുപോലെ VSSCയുമായിട്ട് എന്തെങ്കിലും സഹകരണമുണ്ടോ എന്നും കാര്യത്തിൽ. ഒരു പ്ലാന്റ് സിസ്റ്റം എങ്ങനെ നമ്മുടെ ഭൂമിയിലേക്കപ്പുറം എങ്ങനെ അത് പിന്നെ അതിൻ്റെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ട് നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ സിസ്റ്റം നമുക്ക് അവിടെ ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഒരു ചെടി വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഈ ഒരു സ്പേസ് മിഷനിലും നമുക്കത് ചെയ്യാവുന്നതാണ്. കാര്യം എല്ലാ കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ കണ്ടീഷൻസാണ്, കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള മീഡിയം, അതുപോലെ തന്നെ എക്സ്പ്ലാന്റിൻ്റെ ടിഷ്യൂ, അതിൻ്റെ പ്രോസസ്സിങ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻക്യുബേഷൻ, ഇതെല്ലാം ആ പറഞ്ഞ കണ്ടീഷൻസ് കൃത്യമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഒരു സിസ്റ്റം അവിടെയും പ്രവർത്തിക്കുമെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. മാത്രമല്ല ഇതിന് പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പം നമ്മുടെ ശുഭാംശു ശുക്ല വിത്തുകൾ കൊണ്ടുപോയി വിത്തുകൾ അവിടെ ജെർമിനേറ്റ് ചെയ്തു എന്നാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അപ്പോൾ അത്തരം ഒരു പോസിറ്റീവ് റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ സിസ്റ്റം അവിടെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിലൂടെ ഒരു സ്പേസ് മിഷനിലൂടെ ഈ ഭൂമിയിൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അത് ഓൾ ഓഫ് എ സഡൻ അവിടെ പറ്റില്ല. എന്നിരുന്നാലും ഘട്ടം ഘട്ടമായിട്ട് അവിടെയും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റിസർച്ച് ഇവിടെ നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ? അവർ അങ്ങനെ വേറെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. VSSCയിൽ അങ്ങനെ ഒരു വിങ് തന്നെ ഉണ്ട്. ഇപ്പോൾ IISTയിലെ ചില സുഹൃത്തുക്കൾ പറയുന്നത് അവർക്ക് ഇത്തരം മിഷന് വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്ലാന്റ് സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ബേസ്ഡ് ഒരു വിങ് തന്നെ അവരവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു ഇതിൻ്റെ കോപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ അവിടെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റിയിലേക്ക്, അങ്ങനെ ഒരു ഫോക്കസിങ്ങിലേക്ക് ഞാൻ ഇതുവരെയും നോക്കിയിട്ടില്ല. നമ്മുടെ ഈ കൺസർവേഷനും യൂട്ടിലൈസേഷനും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആയുർവേദത്തിലാണ്. അപ്പോൾ ഈ ആയുർവേദ വ്യവസായത്തെ നമ്മൾ ലോക നിലവാരത്തിൽ എത്തിക്കാൻ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകൾ എങ്ങനെയൊക്കെ ഉപകാരപ്പെടും? ഇപ്പോൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറും ഈ ഹെയറി റൂട്ട് പ്രൊഡക്ഷനും ഒക്കെ. തീർച്ചയായിട്ടും. കാര്യം ആയുർവേദ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഗതിയാണ്. ഇത്തരത്തിലുള്ള ബയോടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് റിസർച്ച് ആൻഡ് ഫർദർ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ കോട്ടക്കൽ ആര്യവൈദ്യശാല അവർക്കുണ്ട്, ശാന്തിഗിരി അവർക്കുണ്ട്. ഔഷധിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇൻഡസ്ട്രിയൽ ലെവൽ കുറേ കൂടി സ്കെയിലപ്പ് ചെയ്യുന്ന രീതിയിൽ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. നിലവിൽ ഈ പറയുന്ന 3 ഫേമുകളിലും ഉണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറയുന്നേ ഉള്ളൂ. മറ്റ് സെക്ടേഴ്സിലും ഇത് കാണുമായിരിക്കാം. അഥവാ ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ഔഷധ നിർമ്മാണം, അതോടൊപ്പം തന്നെ ചെടികളുടെ ഒരു പ്രജനനം, ഇതിനെല്ലാം ടിഷ്യൂ കൾച്ചർ ഒരു സാങ്കേതിക വിദ്യയായിട്ട് അവിടെ ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഈ ഔഷധ നിർമ്മാണം മുതൽ ബഹിരാകാശ പര്യവേക്ഷണം വരെ ഉപകാരപ്പെടുന്നതാണ് ഈ ഗവേഷണ നേട്ടങ്ങളൊക്കെ. അപ്പോൾ ഈ ഫെയ്ൻമാൻ പറഞ്ഞ പോലെ there is plenty of rooms at the bottom.
നമുക്ക് വിഭവങ്ങൾ ഒരിക്കലും തീർന്നു പോകുമെന്ന് പേടിക്കേണ്ട. നമ്മൾ ശാസ്ത്രീയമായി സമീപിച്ചാൽ നമുക്ക് സുസ്ഥിരമായ വികസനത്തിന് വിഭവങ്ങൾ എക്കാലത്തും കാണുന്ന ഒരു പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ് ഈ ഗവേഷണ നേട്ടങ്ങളൊക്കെ. അപ്പോൾ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. സയൻസ് ടോക്കിനായി സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദി. പ്രൊഫസറുടെ സ്റ്റുഡൻസിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. This is Science Talk. Until next time, keep asking questions, staying curious, and building a better tomorrow.